ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കൊലോസിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആകെ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ 14 ലേഖനങ്ങളിൽ അതിൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങൾ, എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസിയ ലേഖനം, ഫിലോമോന് എഴുതിയ ലേഖനം, 4 ലേഖനങ്ങളാണ് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതിയത്. എന്തിന് അദ്ദേഹം കാരാഗ്രഹത്തിൽ എത്തിച്ചേർന്നു? അതിൻ്റെ കാരണം സുവിശേഷീകരണ നിമിത്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തിയ മാനവകുലത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവാണ് നമ്മൾ കാത്തിരുന്ന മശിഹ എന്ന് വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹവാസത്തിന് കാരണം. ആമേൻ. കാരണമെന്ത്? നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അവിടുത്തെ ശിഷ്യന്മാർ ആ ശരീരത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് യഹൂദന്മാർ കള്ളക്കഥ ഉണ്ടാക്കിയത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ യഹൂദന്മാർ കരുതിയിരുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. റോമൻ പടയാളികൾ ഉറങ്ങുന്ന സമയം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ തിരുശരീരത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന ആ കഥ യഹൂദന്മാരുടെ ഇടയിൽ പരസ്യപ്പെട്ടിരിക്കുന്ന ആ കാലത്താണ് ആമേൻ സുവിശേഷത്തിൻ്റെ മാറ്റുലി യെരുശലേം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലേക്ക് ആമേൻ അതിൻ്റെ മാറ്റുലി ഇങ്ങനെ ഉയരാനിടയായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് അപ്പോസ്തലന്മാർ അനേകർ വാളാൽ കൊല്ലപ്പെടുന്നത്, രക്തസാക്ഷികളായിത്തീരുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് നമ്മൾ കാണുന്നത് തന്നെ അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ വായിക്കുന്നത് സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വ മരണസമയത്ത് അദ്ദേഹത്തെ കല്ലെറിയുവാനായി പോയ വ്യക്തികളുടെ വസ്ത്രം കാത്തത് ശൗൽ എന്ന യൗവനക്കാരൻ ആയിരുന്നു. അടുത്ത അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ തുടങ്ങുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലാണ്. അവന് എന്താണ് അദ്ദേഹം ചെയ്തത്? അധികാരപത്രങ്ങൾ ആ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന്, ന്യായശാസ്ത്രിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് യെരുശലേമിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കും കാലം അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ദമസ്കോസിലെത്തി. ദമസ്കോസിൽ വെച്ചാണ് സൂര്യനെ കവിയുന്ന പ്രകാശവലയത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ അദ്ദേഹം കാണുന്നതും അവിടെ വെച്ച് ക്രിസ്തുവിനായി താൻ സമർപ്പിക്കപ്പെടുന്നതും. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ആരംഭം നമുക്ക് കാണുന്നത്. അങ്ങനെ ഈ കാലഘട്ടത്തിലുണ്ടായ ഭയങ്കരമായ ഉപദ്രവങ്ങൾ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ നാടുകളിൽ തനിക്കുണ്ടായ ഉപദ്രവങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പലയിടങ്ങളിലും യാത്ര ചെയ്ത് ആ സുവിശേഷം പ്രസംഗിച്ച് എഫെസോസിൽ സുവിശേഷം അറിയിച്ച ശേഷം അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഗബോസ് എന്ന പ്രവാചകൻ അവൻ എഫെസോസിലെത്തിയിട്ട് ആ പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകൾ കെട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നതായി പരിശുദ്ധാത്മാവ് കാണിക്കും. അങ്ങനെ യെരുശലേമിൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടവനായി അവിടുന്ന് റോമിലേക്ക് അദ്ദേഹം പോകുന്നു. റോമൻ കാരാഗ്രഹത്തിൽ അദ്ദേഹം അടയ്ക്കപ്പെടാൻ ഇടയായി. ഇങ്ങനെ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് 4 ലേഖനങ്ങൾ അദ്ദേഹം എഴുതുന്നത്. 1 എഫേസ്യ ലേഖനം, 2 ഫിലിപ്പി ലേഖനം, 3 കൊലോസി ലേഖനം, 4-ാമത്തത് ഫിലോമോന് എഴുതിയ ലേഖനം. ഫിലോമോൻ എഴുതിയ ലേഖനം വ്യക്തിഗതമായ ലേഖനങ്ങളും മറ്റു 3 സഭകൾക്കായിട്ട് കൈമാറിയതായ ലേഖനങ്ങൾ. എഫേസ്യ ലേഖനത്തെ പൊതുവെ അറിയപ്പെടുന്നത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ് സഭയെന്ന് ഇനി സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പ്രഖ്യാപിക്കുന്ന ആമേൻ അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. നിങ്ങൾ ആ എഫേസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശരീരത്തോടും ഒരു കെട്ടിടത്തോടും ഉപമിച്ചാണ് എഫേസ്യ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിന് പൗലോസിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ക്രിസ്തു മൂലക്കല്ലും, പിന്നെ അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഇവർ അടിസ്ഥാനക്കല്ലും, അതിൻ്റെ മീതെ പണിയപ്പെടുന്ന വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത ആമേൻ കല്ലുകളായ ഓരോ ദൈവമക്കളുമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുന്നതിന് ആദ്യം നമ്മളൊരു മൂലക്കല്ലിടും, അല്ലേ? പ്രാർത്ഥിച്ച് നമ്മൾ ആത്മീകരായി നമ്മൾ എന്ത് ചെയ്യും? ആമേൻ ഫൗണ്ടേഷന് വേണ്ടി വാനം തോണ്ടി അതിനുശേഷം ആദ്യം ഇടുന്ന കല്ലിൻ്റെ പേരാണ് മൂലക്കല്ല്, അല്ലേ? പാസ്റ്റർ വിളിച്ച് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആമേൻ നമ്മുടെ സെക്ഷനിലുള്ള പ്രധാനപ്പെട്ട ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ച് ആദ്യത്തെ കല്ല് സ്ഥാപിക്കും. അതാണ് മൂലക്കല്ല്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ മൂലക്കല്ല് സമം മാനവകുലത്തിന് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തു. ഇനി അടിസ്ഥാനക്കല്ലുകൾ ആരാണ്? മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന അടിസ്ഥാനക്കല്ലുകൾ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ എന്നീ അടിസ്ഥാന കല്ലുകൾ. ഫൗണ്ടേഷൻ ഫില്ലായി. അടുത്ത് അതിൻ്റെ മീതെ പണിയപ്പെടുന്ന ഓരോ കല്ലുകളുമാണ് നാം ഓരോരുത്തരും. സ്തോത്രം. ഈ കെട്ടിടം മഹത്വമായ നിലയിൽ പണിയപ്പെടുന്ന ആ സഭയാം സൗധമാണ്
ദൈവം യേശു കർത്താവിൽ ആഗ്രഹിച്ച ദൈവസഭ എന്ന സൗധം. ഇതാണ് എഫേസ്യയിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ 5 അധ്യായങ്ങൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ 6-ാമത്തെ അധ്യായം പ്രഖ്യാപിക്കുന്നത് ഓരോ ആത്മീകൻ യുദ്ധക്കളത്തിലാണ് എന്നതാണ്. സ്തോത്രം. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പോരാട്ടം മാറാനാണ്, പ്രതിസന്ധി മാറാനാണ്, പ്രതികൂലം മാറാനാണ്. എന്നാൽ വേറെ പുസ്തകം നമ്മൾ ആധികാരമായി പഠിച്ചാൽ ഒരു ആത്മീകന്റെ ജീവിതകാലം മുതൽ മരണം വരെ അവൻ പോരാട്ടത്തെ അഭിമുഖീകരിച്ചേ പറ്റൂ. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മളൊരു യുദ്ധക്കളത്തിൽ. അതുകൊണ്ട് തന്നെ പൊതുവിൽ വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ആമേൻ. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകമാണ് എഫേസ്യ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് പറയാൻ കാരണം? യോശുവയുടെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? യുദ്ധം ചെയ്ത് കനാന്റെ ഭാഗങ്ങളെ പിടിച്ചടക്കുക. വാഗ്ദത്തം കനാൻ ദേശം അവരുടേതാണെന്നെങ്കിലും പക്ഷെ എങ്ങനെയാണ് അത് പിടിച്ചടക്കിയത്? യുദ്ധങ്ങളിലൂടെ, അല്ലേ? അപ്പോൾ യോശുവയുടെ പുസ്തകം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കനാന്യർ, ഹിബ്യർ, പെരിസ്യർ, യബൂസിയർ തുടങ്ങിയ 7 രാജകീയ ശക്തികൾ പാർത്തതായ ദേശത്തെ അവരെന്ത് ചെയ്തു? പിടിച്ചടക്കി. എങ്ങനെ പിടിച്ചടക്കി? യുദ്ധം ചെയ്ത് പിടിച്ചടക്കി. ഇത് തന്നെയാണ് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. യുദ്ധം ചെയ്ത് പൈശാചിക പദ്ധതികളെ ജയിച്ച് നമ്മുടെ വാഗ്ദത്തങ്ങളുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അധിപതി, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേന, ഇവയോട് നമുക്ക് എന്തുണ്ട്? നിരന്തരം പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിരന്തരം പോരാടി ജയിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? സർവായുധവർഗം ധരിക്കണം. അരയ്ക്ക് സത്യം കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ച്, സുവിശേഷങ്ങളുടെ ഒരുക്കം പാദരക്ഷയാക്കി, പിന്നെ പിശാചിന്റെ സകല തീയമ്പുകളെ കെടുത്തിക്കളയേണ്ടതിന് വിശ്വാസമെന്ന പരിചയേന്തി നമ്മൾ പോരാടണം. അതിനുവേണ്ടി ഇത് 5 കാര്യങ്ങൾ പോരാടാൻ നമ്മൾ സർവായുധവർഗം ധരിക്കണം. ഇനി പിശാചിനോട് ഫൈറ്റ് ചെയ്ത് ജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, വചനമെന്ന ആത്മാവിൻ്റെ വാളും പ്രാർത്ഥനയും. ഇങ്ങനെ നമ്മൾ പൈശാചിക പദ്ധതികളെ ജയിക്കേണ്ടതിന് 7 സർവായുധ വർഗങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് പൗലോസ്ലീഹ 6-ാമത്തെ ലേഖനം അവസാനിപ്പിക്കുക. 6-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുക. അങ്ങനെ എഫേസ്യ ലേഖനം 2 കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, തിരുസഭയാം ക്രിസ്തുവിൻ്റെ ശരീരം. 2, ആ സഭയുടെ അംഗങ്ങളായി നമുക്ക് പോരാട്ടങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. അതിനെ പോരാടി ജയിപ്പാൻ ദിവസം പ്രതി ദൈവകൃപ നമ്മൾ പ്രാപിച്ച് സർവായുധ വർഗം ധരിച്ച് പോരാടി ജയിക്കണം. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് രത്ന ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഫിലിപ്പി ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരാകുക. ഫിലിപ്പി ലേഖനം എന്താ പഠിപ്പിക്കുന്നത്? ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരാകുക. അടുത്ത് കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ആരാണ്? ക്രിസ്തു ആരാ? ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ആധികാരികമായി ആമേൻ വചന വെളിപ്പാടുകളെ നിരത്തി വെച്ച് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് കൊലോസിയ ലേഖനം. ഇനി അടുത്ത ലേഖനമാണ് ഏത്? ഫിലോമോന്റെ ലേഖനം. ഫിലോമോൻ എന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ധനികനായ, കൊലോസിയിലെ ഒരു ധനാഢ്യനായ ഫിലോമോന് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ് ആമേൻ ഫിലോമോന്റെ ലേഖനം. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കൊലോസി ലേഖനത്തിലേക്ക് വരാം. അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പൗലോസ്ലീഹ കൊലോസിയിൽ പോയതായിട്ട് വ്യക്തമായൊരു തെളിവ് വേദപുസ്തകത്തിലില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സഭ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ സഹപഠനായ എപ്പഫ്രാദിത്തോസ് എന്ന ജാതീയരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനാണ് കൊലോസിയിൽ സഭ സ്ഥാപിപ്പാൻ ഇടയായത്. സ്തോത്രം. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു കൂട്ടം ജനത്തെ വിശ്വാസത്തിലേക്ക് നയിച്ചു. പക്ഷേ അവർ നേരിട്ട പ്രശ്നങ്ങൾ വലുതായിരുന്നു. കൊലോസിയെക്കുറിച്ച് ചരിത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പുരാതനത്വം അവകാശപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു കൊലോസിയ. ഈജിപ്തിനേക്കാളും പുരാതനം പറയാൻ ചരിത്രപരമായ അടിത്തറകളുള്ള ഒരു പട്ടണമായിരുന്നു കൊലോസിയ. ഇതൊരു വാണിജ്യ നഗരമായിരുന്നു. ഇവിടെ നേർമയുള്ള കറുത്ത ആട്ടിൻ രോമം ധാരാളം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതിനു വേണ്ടി ഇവിടെ വരുമായിരുന്നു. ഏത് പട്ടണത്തിൽ വരുമായിരുന്നു? കൊലോസിയ എന്ന പട്ടണത്തിൽ വരുമായിരുന്നു. അപ്പോൾ വാണിജ്യ നഗരമായ ഈ പട്ടണത്തിൽ ജാതികൾ, പിന്നെ തത്വജ്ഞാനികൾ, പിന്നെ യഹൂദന്മാർ, ഇങ്ങനെ 3 ഗ്രൂപ്പുകളാണ്, വിവിധ ജാതികളിൽപ്പെട്ടവരാണ് ഇവിടെ പാർത്തിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ആദിവാസികൾക്ക് തുല്യമായി ഒരു കൂട്ടം ജനത ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമായി വന്നവരൊക്കെ വാണിജ്യ മേഖലയിൽ ഉന്നതരായിട്ട് മാറാനിടയായി. അപ്പോൾ അന്നുണ്ടായ ദൈവസഭയ്ക്ക് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ: 1, ജാതികളിൽ നിന്നുള്ള എതിർപ്പ്; 2, തത്വജ്ഞാനികളിൽ നിന്നുള്ള എതിർപ്പ്; 3, യഹൂദരിൽ നിന്നുള്ള എതിർപ്പ്. ഈ 3 തരത്തിലുള്ള എതിർപ്പുകൾ അവരെ നേരിടേണ്ടി വന്നു. ഈ എതിർപ്പുകൾ അവരെ ബാധിച്ച വിഷയങ്ങൾ.
യഹൂദര് പറഞ്ഞു യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ. പിന്നെ എന്തുകൂടെ വേണം? ന്യായപ്രമാണത്തിലെ വ്യവസ്ഥകൾ വേണം. പരിച്ഛേദന കേൾക്കണം, യാഗങ്ങൾ നടത്തണം, പിന്നെ ഉത്സവങ്ങൾ ആചരിക്കണം. ഇതിലൂടെ മാത്രമേ യേശുവിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രസാദിപ്പിക്കാൻ, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ അവിടെ എപ്പഫ്രാത്തോസ് പഠിപ്പിച്ച വിശ്വാസ പ്രമാണം ഇതാണ്: വിശ്വാസത്താൽ രക്ഷ, വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ വീണ്ടെടുപ്പ്, വിശ്വാസത്താൽ ശുദ്ധീകരണം. വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. ഈ പ്രമാണത്തിന് വിപരീതമായിരുന്നു യഹൂദന്മാരുടെ ഉപദേശം. സ്തോത്രം. അവർ പറഞ്ഞു, അവൻ ക്രിസ്തു ഞങ്ങൾക്കുള്ളത്, വാഗ്ദത്തം ഞങ്ങൾക്കുള്ളത്, ന്യായപ്രമാണം ഞങ്ങൾക്കുള്ളത്. അതിൽ നിന്നാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണ ആചാരണങ്ങൾ കൂടാതെ നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നുള്ള പ്രമാണം എപ്പഫ്രാദിത്തോസ് പഠിപ്പിച്ച പ്രമാണത്തിന് വിപരീതമായപ്പോൾ എപ്പഫ്രാദിത്തോസ് ആകെ കൂടെ അദ്ദേഹം ഇങ്ങനെ വലയാൻ തുടങ്ങി. ഇനി രണ്ടാമത്തെ ഉപദേശം ജാതികളിൽ നിന്നാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: കർമ്മമാർഗങ്ങളിലൂടെ, ക്രിയാമാർഗങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. വിശ്വാസം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? സ്തോത്രം. കാണപ്പെടാത്ത ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. അതും ആമേൻ എപ്പഫ്രാദിത്തോസ് പഠിപ്പിച്ച വചനത്തിനും ശുശ്രൂഷയ്ക്കും വിപരീതം. ഇനി മൂന്നാമത്തേതാണ് തത്വജ്ഞാനികൾ പഠിപ്പിച്ചതായ ഉപദേശം. അവരെ പഠിപ്പിച്ചൊരു ഉപദേശത്തിന്റെ പേരാണ് മിസ്റ്റിസിസം എന്നാണ് അതിന്റെ പേര്. അവരെ പഠിപ്പിച്ച തത്വജ്ഞാനത്തിനകത്ത് കിടക്കുന്നത് ഇങ്ങനെയാണ്: ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കുക, എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കുക, ആമേൻ. അതുപോലെ വ്രതങ്ങൾ നിങ്ങൾ ആചരിക്കുക, ദൂതന്മാരെ ആരാധിക്കുക. ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ ഉപദേശങ്ങളുടെ മുമ്പിൽ ദൈവസഭ വല്ലാതെ കുരുങ്ങുവാൻ തുടങ്ങി. ഏതനുസരിക്കണമെന്ന് അറിയത്തില്ല, ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ വല്ലാതെ വലയുന്ന കാലത്ത് എപ്പഫ്രാദിത്തോസ് നേരെ റോമിലേക്ക് യാത്രയായി. അപ്പോസ്തലനായ പൗലോസിനെ കാരാഗൃഹത്തിൽ വന്ന് കണ്ടിട്ട് കൊലോസിയിലെ വിഷയങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നിയിട്ട് എപ്പഫ്രാദിത്തോസിന് വേണ്ടി ആ ലേഖനം എഴുതിയിട്ട് തികിക്കോസിന്റെ കയ്യിൽ കൊലോസിയ സഭയിൽ വായിക്കാൻ കൊടുത്തയച്ച ലേഖന ഭാഗമാണ് കൊലോസിയ ലേഖനം. ഇത്രയും കാര്യം മനസ്സിലായോ? സ്തോത്രം. മനസ്സിലായെന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്തോത്രം. ആമേൻ. അപ്പോൾ കൊലോസിയ സഭയിൽ ഈ ലേഖനം എന്തിനു വായിക്കണം? അവിടെ ഇതിന്റെ പ്രധാന വിഷയം നിങ്ങൾ വായിച്ചാൽ, ക്രിസ്തു തലയായവൻ, സകലറ്റിനും മതിയായവൻ എന്നതാണ് കൊലോസിയ ലേഖനത്തിലെ വിഷയം. എന്തോന്നാണ് കൊലോസിയ ലേഖനത്തിലെ വിഷയം? ക്രിസ്തു സകലത്തിനും തലയായവൻ. അപ്പോൾ നമുക്കറിയാം, ഒരു സ്കൂളിലെ തലയാരാ? നമ്മൾ പറയുന്ന ഹെഡ് മാസ്റ്റർ അല്ലേ? സ്തോത്രം. സഭയുടെ തലയാരാ? പാസ്റ്റർ അല്ലെ? ഒരു വീട്ടിലെ ഹെഡാരാ? അപ്പൻ അല്ലെ? ഇതുപോലെ കൊലോസ്യ ലേഖനത്തിൽ പരിചയപ്പെടുത്തുന്ന ഹെഡാര്? ദൈവസഭയുടെ അവൻ മൂലക്കല്ലായ യേശു ക്രിസ്തുവാണ് ദൈവസഭയുടെ തല. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരമാണ് ഉളവായതെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ്ലീഹ കൊലോസിയ സഭയ്ക്ക് ലേഖനം എഴുതി. ആമേൻ. തത്വജ്ഞാനികളുടെ തത്വജ്ഞാനങ്ങളെ ഖണ്ഡിച്ച്, ജാതീയരുടെ ഉപദേശങ്ങളെ ഖണ്ഡിച്ച്, യഹൂദ ആചാരങ്ങളെ ഖണ്ഡിച്ചിട്ട് യേശുക്രിസ്തു മാത്രം ലോക രക്ഷകനെന്ന് അവതരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് കൊലോസിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏതൊരു ലേഖനം വായിച്ചാലും, ഏത് ഭാഗം വായിച്ചാലും അതിൻ്റെ ആധികാരികമായ കാരണം അറിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ലേഖനം പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുസ്തകത്തിനകത്ത് ലേഖന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ വളരെ പാടുള്ള രണ്ട് ലേഖനങ്ങളുണ്ട്: റോമാലേഖനം, എബ്രായ ലേഖനം. വളരെ പാടാണ്. കാരണം എന്നറിയാവോ? ആമേൻ. പഴയ നിയമ ഉദ്ധരണികൾ അധികമുള്ള രണ്ട് ലേഖനങ്ങളാണ്. ഏതൊക്കെ? റോമാലേഖനവും എബ്രായ ലേഖനവും. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഒത്തിരി പാടുള്ള ഒരു ഭാഗമാണെങ്കിലും സാഹചര്യം മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. സ്തോത്രം. അത് പഠിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ശ്രമിച്ചാൽ അത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. വചനത്തിൽ തികഞ്ഞവരാകുക. അതോടുകൂടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത ആത്മീയ അനുഗ്രഹങ്ങൾ, ഭൗതിക നന്മകൾ, ശാരീരിക വിടുതൽ അതോടൊപ്പം ഗിഫ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലേഖന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ യേശു കർത്താവിനെ ഉയർത്തി കാണിക്കുന്ന ഭാഗം ഒന്ന് എടുത്തോളൂ. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു ആര്? അദൃശ്യനായ. അദൃശ്യൻ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തവൻ അല്ലെ? അദൃശ്യൻ, ദൃശ്യമല്ലാത്തത്, അദൃശ്യനായ ദൈവം. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്താ?
ആവർത്തന പുസ്തകത്തിൽ ആമേൻ ദൈവപുരുഷനായ മോശ എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്. ആമേൻ, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ അവയെ ആരാധിക്കുവാൻ നിങ്ങൾ വശീകരിക്കപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ലല്ലോ. ആമേൻ. ആകയാൽ നീ ആകാശത്തിൽ സഞ്ചരിക്കുന്ന പറവയെയോ നിലത്ത് സഞ്ചരിക്കുന്ന ഇടജാതിയെയോ മൃഗങ്ങളെയോ സൂര്യചന്ദ്ര നക്ഷത്രാദികളെയോ കാണുമ്പോൾ അവയെ സ്തുതിപ്പാൻ നീ വശീകരിക്കപ്പെടരുത്. സ്തോത്രം. നമ്മുടെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമുക്കറിയാം, ദൈവപുരുഷനായ മോശ ഒരിക്കൽ ദൈവത്തെ കാണാനായി ആശിച്ചു, അല്ലെ? എന്താ ദൈവം പറഞ്ഞ മറുപടി? അവൻ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശേ, എന്നെ കണ്ടിട്ട് നിനക്ക് ജീവിച്ചിരിക്കാനായിട്ട് കഴിയുകയില്ല. എങ്കിലും നിന്റെ ആഗ്രഹം ഇതാകയാൽ ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്റെ മുഖത്തെ ഞാൻ മറയ്ക്കും. ഞാൻ പോയി കഴിയുമ്പോൾ നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ നിനക്ക് കാണാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ലേഖ പറയാം, ക്രിസ്തുവാര് അദൃശ്യനായ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ദൈവത്തിന്റെ സ്വരൂപമാണ് യേശു ക്രിസ്തു. അടുത്ത വാക്യം, സർവ സൃഷ്ടിക്കും ആദ്യജാതനും വായിച്ചോ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അദൃശ്യമായതും ദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി, യേശു ക്രിസ്തു മുഖാന്തരവും യേശു ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത യേശു ക്രിസ്തു സർവത്തിനു മുമ്പേ ഉള്ളവൻ. ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തു സർവത്തിനു മുമ്പേ ഉള്ളവൻ. ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിനെ എവിടം പോലെ അറിയാവുന്നേ? എവിടം മുതലാ? ബത്ലഹേം മുതൽ, അല്ലേ? ക്രിസ്മസ് വരുമ്പോൾ ആ ഉണ്ണിയേശുവിനെയും മറിയത്തെയും യോസേഫിനെയും പിന്നെ കുറെ ആട്ടിൻകുട്ടികളെയൊക്കെ ഉണ്ടാക്കി മനുഷ്യനെന്ത് ചെയ്യുന്നു? അതിൻ്റെ മുമ്പിലാ അവരുടെ സമയം ചിലവിടുന്നത്. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ആരംഭം ബത്ലഹേമിലല്ല. പിന്നെ ബത്ലഹേമിൽ എന്താണ് സംഭവിച്ചത്? മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ജഡാവതാരം എടുത്ത, ജഡത്തിൽ കടന്നു വന്ന ക്രിസ്തുവിന്റെ ജഡത്തിലെ ജനനമാണ് ബത്ലഹേമിൽ നടന്നത്. അപ്പോൾ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ എന്താ ഈ കാലത്തിന്റെ സമ്പൂർണത? ന്യായപ്രമാണത്തിന്റെ സമ്പൂർത്തി. പിതാവാം ദൈവം ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണത്തിന്റെ സമ്പൂർണത. നമുക്കറിയാം, നമ്മൾ മേടിക്കുന്ന മെഡിസിന്റെ പുറത്ത് ഏത് ടൈപ്പിലുള്ളത് വാങ്ങിയാലും അത് നിർമ്മിച്ച ഡേറ്റും ഏതുവരെ ഉപയോഗിക്കാമെന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ദൈവം ന്യായപ്രമാണം ഇസ്രായേലിന് നൽകിയപ്പോൾ അതിനൊരു കാലം നിയമിച്ചു. അതുകൊണ്ടാണ് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ആമേ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാറ്റിനും ഒരു കാലം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിന് ദൈവം നിയമിച്ച കാലം, അഥവാ ദൈവം നൽകിയ നിയമങ്ങളുടെ പ്രസക്തി ജനം നഷ്ടപ്പെടുത്തിയ കാലം. ഒരുത്തൻ പാപം ചെയ്താൽ യാഗാർപ്പണത്തിന് ദേവാലയത്തിലേക്ക് ചെന്ന് പുരോഹിതന്റെ അടുക്കൽ അവന്റെ പാപം മുഴുവൻ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതൻ അദ്ദേഹത്തിന്റെ കരം പിടിച്ച് മൃഗത്തിന്റെ ശിരസിന്മേൽ വെച്ച മനുഷ്യന്റെ പാപം മുഴുവൻ വാക്കാൽ മൃഗത്തിന്റെ മേൽ ചുമത്തി അവൻ നോക്കി നിൽക്കെ അവന് പകരമായി അറുത്ത് പാപപരിഹാരം വരുത്തിയച്ചു പറയും, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, യഹോവ നിന്റെ പാപത്തെ മറച്ചിരിക്കുന്നു. ഇതിന്റെ പ്രസക്തി മനുഷ്യൻ നഷ്ടപ്പെടുത്തി. തൊഴുത്തിൽ മൃഗങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ പാപം ചെയ്തവൻ പാപപരിഹാരത്തിനായി കൊണ്ടുപോകുന്ന മൃഗത്തിന്റെ യാഗാർപ്പണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ അവൻ പാപം ചെയ്തുകൊണ്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത്. യാഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തിയപ്പോൾ മാനവകുലത്തിന്റെ രക്ഷ സാധ്യമാക്കാൻ യേശു കർത്താവ് ഉന്നതങ്ങളെ വിട്ട് ലോകത്തിലേക്ക് വന്നു. അവിടുന്ന് ആര്? അവൻ പുരാതനനായവൻ. കണ്ടോ, നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തുവാര് ബത്ലഹേമിൽ അവയെ സാധാരണ ഒരു മനുഷ്യനെ പോലെ ജനിച്ച് പിന്നെ ജീവിച്ച് പിന്നെ ദൈവമായി വന്ന മനുഷ്യന്റെ ഇവിടുത്തെ തത്വജ്ഞാനികളുടെ ചിന്തയിൽ ഒതുങ്ങുന്ന നാഥനല്ല നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു. അവിടുന്ന് പുരാതനൻ ആയവൻ, അവൻ പണ്ടേ ഉള്ളവൻ. അവിടുത്തെ ആരംഭം വേദപുസ്തകം വ്യക്തമാക്കുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ
എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും മഹാപുരോഹിതൻ. അവൻ ആരംഭമില്ല, അവസാനമില്ല. അവൻ യഹോവയുടെ പുരോഹിതനായി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. സ്തോത്രം. അപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പുരാതനത്വത്തെ എബ്രായ ലേഖനത്തിൽ പൗലോസ് ലേഖ വർണ്ണിക്കുമ്പോൾ കൊലോസ് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവാര് ബത്ലഹേമിൽ ഭൂജാതനായി ദൈവമായ ഒരു സാധാരണ മനുഷ്യനല്ല. പിന്നെ ആരാ ക്രിസ്തു? അവിടുന്ന് പുരാതനനായവൻ. ഇനി വായിച്ചുള്ള അടുത്ത വാക്യം. അവിടുന്ന് സഭയെന്ന ശരീരത്തിന്റെ തല. അതാണ് ഞാൻ പറഞ്ഞത്. കൊലോസ് ലേഖനത്തിന്റെ പ്രധാന വിഷയം എന്തൊന്നാണ്? ദൈവസഭയുടെ തലയാണ് ക്രിസ്തു. അടുത്ത വാക്യം. സകലത്തിനും യേശുക്രിസ്തു മുമ്പനാകേണ്ടതിന് അവിടുന്ന് ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ നാഥനും അവിടുന്നാണ്. ക്രിസ്തുവിൽ സർവസമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടായി. മതി. അപ്പോസ്തലനായ പൗലോസ് ലീഗ വളരെ സവിസ്താരമായി ക്രിസ്തുവാരെന്ന് വ്യക്തമാക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ആരാധിക്കുന്ന നാഥൻ ആരെന്നറിഞ്ഞിട്ട് വേണം ഈ കർത്താവിനെ ആരാധിക്കാൻ. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ എന്തുകൊണ്ട് ക്രൈസ്തവരായ പലരും വിശ്വാസം വിട്ട് ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും പൂജകൾക്കും നേർച്ചകൾക്കുമായിട്ട് ഇറങ്ങിപ്പോകുന്നു? അതിൻ്റെ കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് അവർക്കില്ലാത്തതാണ് കാരണം. അവിടുന്ന് ആര്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഞാൻ പറയാം. 1 തീമോഥെയോസ് ലേഖനം 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുവാര് അവിടുന്ന് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താരി കർത്താവും, അവിടുന്ന് മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും അവൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നവനുമാണ്. അവിടുന്നാണ് സാക്ഷാൽ ദൈവം. അപ്പം നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തുവാരെന്ന് അറിഞ്ഞിട്ട് വേണം ക്രിസ്തുവിനെ ആരാധിക്കാൻ. അവിടുന്ന് ആര്? ധന്യനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, അവിടുന്ന് മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. ഒന്ന് വായിച്ചേ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചേ. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ആ പദം ശ്രദ്ധിച്ചേ. അവിടുന്ന് ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, സാക്ഷാൽ ദൈവം എന്ന സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി. എന്തിനവിടുന്ന് വേഷത്തിൽ മനുഷ്യനായി? ദൈവത്വത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല? എന്തിന് മനുഷ്യനായി? എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവിടുന്നും അതേ രൂപമെടുത്ത് ലോകത്തിലേക്ക് വന്നു. അപ്പോൾ ആ കർത്താവിൻ്റെ ശ്രേഷ്ഠത എന്താന്ന് അറിഞ്ഞിട്ട് വേണം ഈ നാഥനെ ആരാധിപ്പാൻ. അതുകൊണ്ട് ആ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കർത്താവിലും എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് കർത്താവ് ആരാന്ന് അറിയണം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് അവൻ വിശ്വസിക്കേണ്ടതുമല്ലയോ? അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവൻ ആദ്യം ദൈവം ഉണ്ടെന്ന് അറിയണം.
പെന്തക്കോസ്ത് ആലയത്തിനകത്ത് സ്വരൂപങ്ങളൊന്നുമില്ല. ആരുടെയും വ്യക്തിപരമായ ഫോട്ടോസ് ഇതിനകത്ത് വെച്ചിട്ടില്ല, രൂപങ്ങൾ വെച്ചിട്ടില്ല. വിശ്വാസത്താൽ ആ നാഥനെ നമ്മൾ കാണുന്നു, വിശ്വാസ കണ്ണുകളാ ദർശിക്കുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്നവൻ ദൈവമുണ്ടെന്നും ഈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്നും ആദ്യം വിശ്വസിക്കുക. എങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. ഉപവാസ മീറ്റിംഗിന്റെ ആരംഭ ദിവസം ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയരെ, ഈ ദൈവം നമ്മളെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ, യോഹന്നാൻ 15:7 വാക്യം, നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിലുമാകണം. നമ്മൾ ക്രിസ്തുവിലാകണമെങ്കിൽ ക്രിസ്തു ആരെന്ന് ആദ്യം അറിയണം. ആ ക്രിസ്തുവിന്റെ വചനത്തിന്റെ വലിപ്പം നമ്മൾ അറിയണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം അറിയണം. നമ്മൾ ഈ വായിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത അറിയണം. എന്താ നമ്മൾ വായിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത? സ്തോത്രം. അതിന്റെ മഹിമ എന്താ? വായിക്ക്. 12-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ദൈവവചനത്തെ കുറിച്ച് എന്താ പറയുന്നേ? നമ്മൾ വായിക്കുന്ന പഠിക്കുന്ന ദൈവവചനത്തെ കുറിച്ച് പറയുകയാണത്. നിർമ്മല വചനങ്ങൾ, മലിനരഹിതമായ, മലിനത തൊട്ടുതേച്ചിട്ടില്ലാത്ത വചനങ്ങൾ. ഇനി അതിന്റെ പരിശുദ്ധി എന്താ പറയുന്നേ? നിലത്ത് 7 പ്രാവശ്യം ഉരുക്കിയ ശുദ്ധീകരണം കഴിഞ്ഞ വെള്ളിക്ക് സമമാ. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിനകത്ത് ഇനി ആരുടെയും ശുദ്ധീകരണം വേണ്ട. എന്നാൽ ദൈവം നൽകിയ കൃപാവരങ്ങളിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പ്രവചനപരത്തെ കുറിച്ച് എന്താ വേദപുസ്തകം പറയുന്നേ? വായിച്ചേ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം 12-ാം വാക്യം. ആ ആ ആ ആ അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. ബലഹീനരെ താങ്ങുവീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നോക്കുവീൻ. നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോൾ സന്തോഷിപ്പീൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. അടുത്ത വാക്യം. ആത്മാവിനെ കെടുത്തു കളയരുത്. ദൈവ പ്രവചനം തുച്ഛീകരിക്കരുത്. കണ്ടോ? അവിടെ പറയുന്നത് പ്രവചനത്തെ ശോധന ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവചനം തുച്ഛീകരിക്കരുത്, ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. വചനത്തെ കുറിച്ച് ശോധന ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അത് ശോധന ചെയ്തതാ. അതിനകത്ത് നല്ലത് മാത്രം എടുക്കാൻ പറഞ്ഞിട്ടില്ല, അത് ശോധന കഴിഞ്ഞ ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധ ചെയ്ത വെള്ളിക്ക് സമമാണത്. അതിനകത്ത് നിങ്ങൾ ആരും ശോധന ചെയ്യണ്ട. ദൈവവചനത്തെ ഉൾക്കൊള്ള. ഞാൻ ഈ പറഞ്ഞു വന്നത്, ആദ്യം ഞാൻ സേവിക്കുന്ന ദൈവമാരെന്നറിയണം. 2, ദൈവം ലോകത്തിലേക്ക് അയച്ച പുത്രനാ ക്രിസ്തുവാരെന്നറിയണം. 3, നമുക്ക് നൽകപ്പെട്ട വചനത്തിൻ്റെ മഹത്വം അറിയണം. എന്നിട്ട് വേണം ഈ കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. ഈ അറിവ് ഹൃദയാന്തർഭാഗത്ത് നിറയണം. ആമേൻ. നിറഞ്ഞേച്ച ദൈവത്തെ ആരാധിക്ക്. അവിടെ ആരും ദൈവസ്നേഹം വിട്ടു പോകാൻ ഇടയാകില്ല. എന്തുകൊണ്ട് വിശ്വാസത്തിൽ വന്നിട്ട് പലരും പിന്മാറ്റക്കാരായി മാറുന്നു, ദൈവസ്നേഹം വിട്ടുമാറുന്നു? കഷ്ടത, ശോധന, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. എന്തുകൊണ്ട്? നമുക്ക് വന്ന അതേ പ്രശ്നങ്ങൾ പലർക്കും വന്നിട്ടെന്ന് പലരും വിശ്വാസത്തിലില്ല. നമ്മളോടൊപ്പം സ്നാനപ്പെട്ട പലരും ദൈവകൃപയിലില്ല. നമ്മളോടൊപ്പം ആത്മനിറവിൽ ആരാധിച്ച പലരും ദൈവസ്നേഹത്തിലെ. കാരണമെന്ത്? സാക്ഷാൽ ദൈവമാരെന്നുള്ള അറിവ് അവർക്കുണ്ടായില്ല. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിന്റെ തികവെങ്കിൽ ഇഹലോകത്തിലേക്ക് വന്ന് തകർക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായില്ല. അവിടുന്ന് നമുക്ക് ദാനം ചെയ്ത ദൈവവചനത്തിന്റെ മാർമിക സത്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് പലരുടെയും പിന്മാറ്റങ്ങൾക്ക് കാരണം. ഇന്ന് പകൽ ഈ ഉപവാസ മീറ്റിംഗിന്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ സ്നേഹിച്ച നാഥൻ കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിൽ കഷ്ടത ജീവിതത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം
ആമേൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആമേൻ ഒരു സീനിയർ ശുശ്രൂഷകനായി 40 വർഷം കർത്തൃവേല ചെയ്ത ഒരു ദൈവദാസൻ, ആമേൻ സ്തോത്രം, I2I ചാനലിൽ അദ്ദേഹം പറയുന്നു, 40 വർഷം ഞാൻ കർത്തൃവേല ചെയ്തു. ഞാൻ ഇത് സ്തോത്രം ഒരു സമുദായ സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഓർത്തഡോക്സിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ ഇപ്പോഴാ വന്നത് അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കൃഷിക്കാരനായിരുന്നു. അന്ന് കപ്പ കൃഷിയൊക്കെ എനിക്ക് ധാരാളം ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെ വരുന്നതിനേക്കാളും കപ്പ കൃഷി ചെയ്താൽ മതിയായിരുന്നു. കാരണം എന്ത്? 40 വർഷമായിട്ടും സാക്ഷാൽ ദൈവമാരെന്നറിയാതെ പോയി. അദ്ദേഹം പറയുന്നത്, എനിക്ക് മുമ്പേ നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്ന പാസ്റ്റർമാർ പണമുണ്ടാക്കി വലിയ വീട് വെച്ചു, അവര് വില കൂടിയ കാർ വാങ്ങി. അവർ വാങ്ങട്ടെ. ദൈവം നൽകിയതിനെ കളയണമോ? ദൈവം നൽകി, വാങ്ങട്ടെ. നിങ്ങളും ദൈവസനെ താണിരിക്കൂ, സമയമാകുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരും. എന്തിനാ അസൂയപ്പെടുന്നേ? അവരെ നോക്കി താങ്കൾ ഇറങ്ങിയാൽ താങ്കൾക്ക് വിശ്വാസ ജീവൻ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമ്മുടെ മുമ്പേ നടന്ന് വീട് വെച്ചവരെയും കാറ് വാങ്ങിയവരെയും കഷ്ടതയിലൂടെ കടന്നുപോയി അവൻ പിന്നത്തെ സമ്പന്നരായവരെയും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചുകൊണ്ടിരിക്കുക. നോക്കേണ്ടവനെ നോക്കാതെ അരുതാത്തെടുത്ത് നോക്കുന്നത് കൊണ്ട് പലരും വിശ്വാസം വിട്ടു പോകുമ്പോൾ ഈ ഉപവാസ മീറ്റിംഗിൽ ദൈവമക്കളെ നിങ്ങൾ അറിയണം, സാക്ഷാൽ ഞാൻ സേവിക്കുന്ന ദൈവമാര്, മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിന്റെ സമ്പൂർണതയിൽ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവാര്, ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് നൽകിയ വചനത്തിന്റെ വിലയെന്ത്, അതിന്റെ പ്രത്യേകത എന്ത്? ജീവിതത്തിൽ സുഖം മാത്രം അനുഭവിക്കാനാണോ ഞാൻ പെന്തക്കോസ്തിൽ വന്നത്? തിരിച്ചറിയുക. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ജീവിതത്തിൽ കഷ്ടതകളായിരുന്നു. എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത് ശോധനയേറുന്ന അനുഭവങ്ങൾ, നിലനിൽപ്പില്ല എന്ന് തോന്നുന്നതൊക്കെ സാഹചര്യങ്ങൾ ഞങ്ങളൊക്കെ അനുഭവിച്ചവരാ. കുറച്ചൊക്കെ ഡോക്ടർക്കറിയാം. ആമേൻ. ഞങ്ങളാരും പണക്കാരൻ്റെ വീട്ടിൽ ജനിച്ചവരല്ല. ചാണകമെഴുകിയ തറയിൽ കിടന്നവരും ചോർന്നൊലിച്ച വീട്ടിൽ പാർത്തവരും കഷ്ടത എന്ത് നന്നായി പഠിച്ചവരും വിശപ്പെന്തെന്ന് നന്നായി അറിഞ്ഞവരും നല്ല ചെരുപ്പില്ലാതെയും നല്ല വസ്ത്രമില്ലാതെ വളർന്നവരും സ്വന്തമായൊരു വാഹനമില്ലാതെ കിലോമീറ്ററുകൾ ട്രാക്ട് കൊടുത്ത് നടന്നവരും സ്തോത്രം, ബസ്സിന് പോകാൻ പൈസ ഇല്ലാതെ നടക്കേണ്ടി വന്നവരും ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനില്ലാതെ തൊണ്ട ഉണങ്ങി വീണ്ടും വീണ്ടും നടന്നവരും ഒക്കെയാണ് ഞങ്ങൾ. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങളിന്നും കൃപയാൽ കർത്താവിനെ സേവിക്കുന്നു. സ്തോത്രം. അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഒരു വീട്ടിൽ ജനിച്ചവനാ. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ആത്മീയത്തിൻ്റെ തുടക്കം. എൻ്റെ പപ്പ CPM-ൻ്റെ ഒരു പ്രവർത്തകനും രാഷ്ട്രീയത്തിൻ്റെ ആ ചുവ രക്തത്തിൽ കടന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. ആ രാഷ്ട്രീയത്തിൽ കിടന്ന് അങ്ങനെ ജീവിച്ച ഒരു പ്രത്യേക ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഉടമസ്ഥൻ. എൻ്റെ അമ്മ ആദ്യകാലത്ത് അമ്പൂരി പഞ്ചായത്തിൽ വനിതാ വാർഡായ കാലത്ത് ആദ്യത്തെ ആ വനിതാ വാർഡിലൊരു മെമ്പറായിരുന്നു എൻ്റെ അമ്മ. രാഷ്ട്രീയം അത്യാവശ്യം ജീവിച്ചു പോകേണ്ട ചുറ്റുപാടുകൾ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെ പിതാവ് തികഞ്ഞ മദ്യപാനിയായപ്പോൾ അവൻ്റെ സാധാരണക്കാരിൽ മനുഷ്യൻ അംഗീകരിക്കാത്തൊരു പാവപ്പെട്ട ഒരു ദൈവദാസൻ്റെ വീട്ടിൽ കയറി വന്നു. എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഏറിയ നാളുകൾ പ്രാർത്ഥിച്ചു, ഏറിയ വർഷങ്ങൾ. ആ പ്രാർത്ഥനയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ അറിയാനിടയായത്. അതുമുതൽ കഷ്ടത ജീവിതത്തിൽ ഒരുപാട് വന്നു. പക്ഷെ കഷ്ടതകളെ തരണം ചെയ്യാൻ ദൈവം പഠിപ്പിച്ചു. പ്രതിസന്ധികൾ അനവധി വന്നു. ആ പ്രതിസന്ധികളിൽ നിലനിൽക്കാൻ ദൈവം അഭ്യസിപ്പിച്ചു. അതിൻ്റെ കാരണം ഈ വചനമാണ്. ഹല്ലേലൂയ. വിട്ടുപോകാമായിരുന്നെങ്കിൽ എന്നേ പോകാമായിരുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആരെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, മനം മടുത്താണ് ഈ ആത്മീക ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത്, മനം മടുത്താണ് പള്ളി വരുന്നതെങ്കിൽ മതിയാക്കിയിട്ട് നമുക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്ത്. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, പച്ചമരമായി എന്നോട് ലോകം ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കകളായി നിങ്ങളോട് ഇതിലധികം ചെയ്യും. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചു, കഷ്ടം അനുഭവിപ്പാൻ കൂടെ വരം ലഭിച്ചവരാണ് നമ്മൾ പ്രിയരെ. അവരി കഷ്ടതകളിലൂടെ മാത്രമേ നിത്യതയെന്ന രാജ്യം നമുക്ക് പ്രാപിക്കാനായി കഴിയൂ. കഷ്ടതയില്ലാതെ സുഖം അനുഭവിപ്പാൻ വന്നവരല്ല നമ്മളിൽ ആരും.
ഹല്ലേലൂയ. രോഗം മാറാൻ, ക്ഷീണം മാറാൻ, കഷ്ടം മാറാൻ എന്ന പേരിലാണ് നമ്മൾ ഒരിക്കൽ പെന്തക്കോസ്തിലേക്ക് കാലെടുത്ത് വെച്ചത്. നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ വരാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ സന്തോഷ ഭവനത്തിനകത്ത് കയറി വന്നത് രോഗം മാറാനും ക്ഷീണം മാറാനും കഷ്ടം മാറാനാ. പക്ഷേ ഇച്ചിരി പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, രോഗം ജീവിതത്തിൻ്റെ ഭാഗമാണ്, കഷ്ടം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനെല്ലാം ജയിക്കാൻ കൃപ തരുന്ന ഒരുവൻ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ട്. അവിടുന്നുള്ള കാലത്തോളം നമ്മൾ പരാജയപ്പെടില്ല എന്ന ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യം നമ്മൾ അറിഞ്ഞപ്പോൾ വിട്ടുപിരിയാൻ കഴിയാത്തൊരു ബന്ധം നമുക്ക് കർത്താവുമായി ഉണ്ടാകാനിടയായി. അതല്ലേ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്, ക്രിസ്തയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ, എന്നെ അടർത്തി മാറ്റുന്നതാർ, എന്നെ പറിച്ചു മാറ്റുന്നതാർ. ദമസ്കോസിൽ വെച്ച് ഞാൻ ദർശിച്ച എന്റെ നാഥനിൽ നിന്ന് എന്നെ അടർത്തി മാർക്കാൻ ആർക്ക് കഴിയും? അവനെ അടർത്തി മാറ്റാൻ വന്നതാരൊക്കെയാ? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റാൻ കഴിയില്ല. കാരണം ഞാനും ആ നാഥനുമായൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതാ പൗലോസ് ലീഗ തന്റെ ലേഖനത്തിലേക്ക് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഇന്ന് പലർക്കും അറിവില്ല. ഞാൻ ആരെയാ വിശ്വസിച്ചെന്ന് പലർക്കും അറിവില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. അവിടുന്ന് എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, പൈതാഹം, നഗ്നത, ശീതം, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടും ഞാൻ ഇന്നുവരെ ക്രിസ്തുവിനെ വിട്ട് പിരിയാത്തതിന് കാരണം ഈ നാഥൻ ആരാന്ന് അറിഞ്ഞതുകൊണ്ടാ. ആ അറിവിനകത്ത് നിന്നുകൊണ്ട് എഴുതിയ വിലപ്പെട്ട ലേഖനമാണ് കൊലോസ് ലേഖനം. വായിക്കും തോറും കരഞ്ഞു പോകും, പഠിക്കും തോറും അധികം അറിയാൻ നമ്മൾ ആശിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വചനം കേട്ടേച്ച് ഇറങ്ങിപ്പോകുന്നവരാകരുത്. വചനം പഠിക്കണം, അറിയണം, വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ ഏകദേശം 2 മാസം ആലയത്തിൽ പ്രസംഗിച്ച ഒരു വാക്യഭാഗമാണ് കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യം. തുടർമാനമായി 2 മാസം പ്രസംഗിച്ച ഭാഗമാണ്. ഇന്ന് പകൽ അതിൻ്റെ രത്നച്ചുരുക്കം ഞാൻ നിങ്ങളെ അറിയിപ്പാനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, അപ്പോസ്തലനായ പൗലോസ് ലീഗ കൊലോസ് ലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിനെ തലയായവനെന്ന് ഉയർത്തിക്കാട്ടിയിട്ട് ഒരാത്മീക ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ്, എത്തരത്തിലാണ് എന്നുള്ള കാര്യം ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. ഇനി വായിച്ചുള്ളൂ. കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി. 2 ആശയങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, ഒരു സഭാ ശുശ്രൂഷകൻ ആരാണ്? ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. ഒരു സഭാ ശുശ്രൂഷകൻ ആരാ? ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. ലോകത്തിലുള്ള പല ഉദ്യോഗങ്ങളും വിട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന ഒരു സഭാ ശുശ്രൂഷകൻ, അദ്ദേഹം ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. സ്തോത്രം. വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതയാൽ ലോകം നൽകിയ മഹത്വം, ലോകം നൽകിയ പേര്, ലോകം നൽകിയ സ്ഥാനം, ഇതൊക്കെ വിട്ടേച്ച് ദൈവകരവിൽ വന്ന എന്തിനാ? ദൈവത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാകാൻ. ഒരു സഭാ ശുശ്രൂഷൻ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്. ഹല്ലേലൂയ. എന്താണ് ഈ ഉദ്യോഗസ്ഥന്റെ ജോലി? ദൈവവചന ഘോഷണം നിവർത്തിക്കുക. കണ്ടോ? അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ ജോലി എന്താ? സഭാ ശുശ്രൂഷകനായ ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥന്റെ ജോലി എന്താ? ദൈവവചന ഘോഷണം നിവർത്തിക്കണം. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്നതിന് മുമ്പ് എഫെസോസ് വിട്ടുപോരുന്ന സമയം, അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം, അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സകലതും ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഇനി നശിച്ചുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല.
വ്യക്തിപരമായും വീട് തോറും നടന്ന് അറിയിക്കേണ്ടതെല്ലാം ഞാൻ അറിയിച്ചു. ദീർഘമായ 3 വർഷം എഫെസോസിൽ പാർത്തുകൊണ്ട് അറിയിക്കേണ്ട സർവ്വവചനങ്ങളും സഭയെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ആരാൽ ബന്ധിക്കപ്പെട്ടു? ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ പോകുന്നു. ബന്ധനങ്ങൾ എന്നെ അവിടെ കാത്തിരിക്കുന്നു. ഏത് തരമെന്ന് എനിക്കറിയില്ല. ദൈവാത്മാവ് അങ്ങനെ എന്നോട് അറിയിക്കുന്നു. അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ ആമേൻ, അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇനി തൻ്റെ മുഖം കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എഫെസോസിലെ സഭാ അവിശ്വാസികൾ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ കരഞ്ഞാണ് യാത്രയാക്കിയത്. ഹല്ലേലൂയ. നോക്കിയേ, ഒരു പാസ്റ്റർ 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് ആമേൻ വിശ്വാസികളെല്ലാം കൂടെ കത്തും കൊടുത്ത് ബഹളം ഉണ്ടാക്കിയല്ല. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ സഭ കരഞ്ഞു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണമെന്ത്? ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച, വിശ്വാസത്തിൽ നിലനിർത്തിയ, ദൈവകൃപയെ ശുഷ്കാന്തിയോടെ നിൽക്കാൻ ഞങ്ങളെ അഭ്യസിപ്പിച്ച, നിത്യതയുടെ വാതിൽ തുറന്നു തന്ന ഒരു ദൈവപുരുഷൻ സഭ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തെ ചൊല്ലി സഭ കരഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയരെ, നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു വ്യക്തിയെങ്കിൽ, നിങ്ങളെ ആധികാരികമായി വചനം പഠിപ്പിച്ച് നിങ്ങളുടെ ആത്മീക ഉന്നമനം ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ ആ വ്യക്തിയെ വിടരുത്. സ്തോത്രം. അദ്ദേഹം എത്ര കാലം നിൽക്കുമോ അത്രയും കാലം, അദ്ദേഹത്തിന് താല്പര്യമുള്ള അത്രയും കാലം നിർത്തണം. ഞാൻ പാസ്റ്ററെ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അനുഭവിച്ച നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനം പഠിപ്പിക്കുവാൻ, വചനമാധികാരിയുമായി അറിയിപ്പാൻ ഒരു ദൈവപുരുഷൻ ഒരു സഭയിലാക്കിയാൽ അദ്ദേഹത്തിന് മാറാൻ ഇഷ്ടമുള്ളപ്പോൾ മാറട്ടെ. സഭയായി അദ്ദേഹത്തെ നിലനിർത്തണം. സ്തോത്രം. എല്ലാവരും സഭയെക്കുറിച്ച് ഭാരമുള്ളവരല്ല. എല്ലാവരും ആത്മസാന്നിധ്യത്തിൽ ദൈവസഭയിൽ നിലനിൽക്കുന്നവരല്ല. ഞാൻ ഇടയ്ക്കൊരു ചർച്ചിൽ പോകുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം, ഏകദേശം ഒരു 11 മണി 10:45 ഞാൻ അവിടെ എത്തി. ആ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ കയറുന്നതിന് മുമ്പ് എനിക്ക് 11:15 മെസ്സേജിന് സമയം തരുമെന്ന് പറഞ്ഞിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ 10:45 അവിടെ എത്തി. അവിടെ എത്തുന്ന സമയം അദ്ദേഹം ഏകദേശം 110 കുടുംബങ്ങൾ ആ സഭയിലുണ്ട്. വലിയ ചർച്ചയാണ്. ആമേൻ. ഓരോ കുടുംബങ്ങളുടെയും പേര് പറഞ്ഞ മനുഷ്യൻ ഉറക്കെ പ്രാർത്ഥിക്കുക. 10-15 കുടുംബങ്ങളുടെ പേരങ്ങ് നിരത്തി പറയും. സ്തോത്രം ചെയ്യാം അവരുടെ വിടുതലിനായി, അവരുടെ സൗഖ്യത്തിനായി, അവരുടെ നന്മയ്ക്ക്. ഞാൻ പറയട്ടെ, 3 വർഷമായപ്പോൾ കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ എടുത്ത് അവൻ നുള്ളിയെടുത്ത് ദൂരെ കളഞ്ഞു. സ്തോത്രം. ഞാൻ തിരക്കി, ഇപ്പോൾ എങ്ങനെയുണ്ട് സഭ? അവൻ തിരക്കിയപ്പോൾ അവിടുത്തെ എന്നൊരു സ്നേഹിതൻ പറഞ്ഞത്, പാസ്റ്റർ അന്ന് വന്നപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പകുതി പോലും ഇപ്പോൾ ഇല്ല. കരയുന്നവനെ വിടരുത്, മുഴങ്കാലിൽ നിൽക്കുന്നവരെ വിടരുത്, വചനം പഠിപ്പിക്കുന്നവരെ നിലനിർത്തണം. നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം, കൈത്താങ്ങൽ ചെയ്യണം. ആമേൻ. അവരിൽ നിന്ന് കേൾക്കുന്ന വചനം, അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ നിലനിൽപ്പായിരിക്കും. സ്തോത്രം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഇതൊന്നും പറയാറില്ല. വന്ന ഉടനെ ഒരു ഇളക്ക് ആമേൻ ചാടിക്കോ, ഇപ്പോൾ അനുഗ്രഹം ഇല്ല. വചനമനുസരിക്ക്, വചനം പ്രമാണിക്ക്. അതിലൂടെയാണ് ദൈവാനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നത്. ഏതെല്ലാം അനുഗ്രഹം? സ്വർഗത്തിലെ സകലാത്മീക അനുഗ്രഹങ്ങളാൽ, ഭൂമിയിലെ ഭൗതിക നന്മകളാൽ, ശാരീരിക വിടുതലുകളാൽ നിറപ്പാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ശക്തൻ. ഹല്ലേലൂയ. മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ, ഏതൊക്കെ തിന്നാനും കുടിക്കാനും ഉടുക്കാനുമുള്ളതൊക്കെ തരാൻ അവിടുന്ന് വിശ്വസ്തൻ. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷകനാര്? അദ്ദേഹം ആമേൻ കർത്തൃസന്നിധിയിൽ വിശ്വസ്തതയോടെ സേവനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥൻ. 2, അദ്ദേഹത്തിൻ്റെ ജോലി എന്ത്? ദൈവവചന ഘോഷണം നിവർത്തിക്കുക. ഇനി അടുത്ത വാക്യം വായിച്ചോളൂ. അത് പൂർവകാലങ്ങളിൽ തലമുറകൾക്ക് മറഞ്ഞുകിടക്കുന്ന മർമ്മം. ഇനി 2 മർമ്മങ്ങൾ പൗലോസ്ലീഹ അവിടെ വ്യക്തമാക്കിയ. നോക്കിയേ, ഒരു സഭാ ശുശ്രൂഷകന്റെ ജോലി എന്താന്ന് പറഞ്ഞു? ദൈവവചന ഘോഷണം, അല്ലെ? ആ ദൈവവചന ഘോഷണം ഏതായിരിക്കണം? മർമ്മങ്ങളായിരിക്കണം. മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങളെ കണ്ണാടിയിലെന്നതുപോലെ ആത്മനിറവോടെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ദൈവം സഭാ ശുശ്രൂഷകനെ ഏൽപ്പിച്ചത്. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വിരുന്ന്, പിന്നെ അബ്രഹാമിയ ചരിത്രം,
ദാവീദ് രാജാവിൻ്റെ ചരിത്രം. ഇത് മാത്രമല്ല ഒരു പ്രവാചകന്റെ പ്രസംഗം. ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങളെ അന്വേഷിക്കുക, മർമ്മങ്ങളെ അന്വേഷിക്കുക, അതിനെ കണ്ടെത്തുക, അതിനെ ജനത്തിന് കൈമാറുക. എന്തിന്? കൃപയിൽ നിന്ന് വീഴാതെ നിലനിൽക്കാൻ. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ പറയുന്ന വാക്കുകൾ, അതോ പണ്ട് പൂർവികന്മാർക്ക് ആർക്കും വെളിപ്പെടാത്ത ഒരു മർമ്മം നിങ്ങളോട് അറിയിപ്പാൻ ദൈവം എനിക്ക് മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്താണ് ആ മർമ്മം? അടുത്ത വാക്യം കൂടെ. അവരോട് ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ രഹസ്യത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മതി. അവിടെ വായിക്കുന്ന ഒന്നാമത്തെ മർമ്മം, ജാതികളുടെ ഇടയിൽ അറിയിക്കുവാൻ ദൈവം എന്നെ ആക്കി വെച്ച ഒന്നാമത്തെ മർമ്മം. എന്താണ് ആ മർമ്മം? യഹൂദനും ജാതിക്കും ക്രിസ്തുയേശുവിലൂടെ പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശനമുണ്ട് എന്ന മർമ്മം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാർ ദൈവകൃപയിലേക്ക് വന്നവർ യെരുശലേമിൽ മാത്രം ഒതുക്കി നിർത്തിയതാണ് സുവിശേഷം. അതാണ് അപ്പോസ്തലനായ പൗലോസിലേക്ക് പറഞ്ഞത്, വാഗ്ദത്തം അവർക്കുള്ളത്, ക്രിസ്തു അവർക്കുള്ളത്, ന്യായപ്രമാണം അവർക്കുള്ളത്. നമ്മളാരാ? ജാതികൾ. യഹൂദനൊഴികെ സകലരും ജാതികളാ. അത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും, വലിയ വീട്ടിൽ പാർത്താലും ചെറിയ വീട്ടിൽ പാർത്താലും, ജോലി ഉണ്ടായാലും ലോകപ്രകാരം മാന്യതകൾ ഉണ്ടായാലും, യഹൂദനല്ലാത്ത സകലരുമാരാ? ജാതികൾ. ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും ലഭിച്ച ഇസ്രായേലിയൻ ഒഴികെ സകലരും ജാതികളാണ്. ആമേൻ. അതിനകത്തൊരു ജാതി ഉണ്ടാക്കിയത് നമ്മളാണ്. സ്തോത്രം. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ എന്തില്ല? ജാതി വ്യവസ്ഥിതിയില്ല. കാരണം നമ്മളെല്ലാരും ജാതിയിൽ നിന്ന് വന്നവരാ. ഇസ്രായേലിനൊഴികെ സകലരും ജാതികളാണ്. ആ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം ചെല്ലാതിരിക്കാനാണ് ഒരു കാലഘട്ടത്തിൽ യെരുശലേമിനകത്തു മാത്രം സുവിശേഷം നിൽക്കാൻ അന്നത്തെ അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ശ്രമിച്ചത്. നിങ്ങളത് അറിയണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായം വായിച്ചാൽ മതി. തുപ്പട്ടി ദർശനം. ദൈവത്തിന്റെ ഭക്തനായ പത്രോസ്ലീഹ അദ്ദേഹം ആ മാളികയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, യോപ്പയിൽ അവൻ യൂദായുടെ വീട്ടിൽ ആ സ്ഥലത്ത് ആ 2-ാമത്തെ നിലയില് ശീമോൻ എന്ന മറുപേരുള്ള പത്രോസിനെ തേടി 2 ആള് വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിലെ വിഷയം, കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ, അദ്ദേഹം പ്രാർത്ഥനാ ജീവിതമുള്ളൊരു മനുഷ്യൻ, ഭക്തൻ. അദ്ദേഹം വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ, കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ. പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ഒരു അഡ്രസ് കൊടുത്തു. അഡ്രസ് ഇതാണ്, യോപ്പ. യോപ്പയിൽ ആ നദീതീരത്ത്, സമുദ്രതീരത്ത് ഒരു തോൽക്കല്ലന്റെ വീട്ടിൽ ശീമോൻ എന്ന മറുപേരുടെ ഒരു പത്രോസ് അവിടെ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്ന് സുവിശേഷം കേൾക്കണം. എന്താ ദൂതൻ സുവിശേഷം പറയാത്തേ? ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെടാം. ഇല്ല, ദൈവം പറയത്തില്ല. സ്തോത്രം. അറിയിക്കേണ്ടത് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുക്കൽ സത്യം ഇത്രയും അറിഞ്ഞിട്ടും ഇനി ദൈവം വന്ന് പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ കൊർന്നല്യോസിനോട് ദൂതൻ സുവിശേഷം പറഞ്ഞേനെ. സ്തോത്രം. ദൂതൻ ഒരു അഡ്രസ്സാണ് കൊടുത്തത്. പിന്നെ ദൂതൻ ആരാണ്? ദൂതന്മാരെ ദൈവം എന്തിനാക്കി വെച്ചിരിക്കുന്നു? എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യം, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ, പരിപാലകർ, അവരെ കാത്തു സൂക്ഷിക്കുന്നവർ. ദൂതന്മാരെ ഇനി കർത്താവ് സുവിശേഷം അറിയിക്കാൻ, സദ്വർത്തമാനം അറിയിപ്പാൻ പലയിടത്തും ദൂതന്മാരെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. സദ്വാർത്ത അറിയിപ്പാൻ, ഉദാഹരണത്തിന് സ്തോത്രം, ശിംശോന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത മനോഹയോടും തന്റെ ഭാര്യയോടും അറിയിപ്പാൻ ദൂതനെ അയച്ചു. അതുപോലെ വിശുദ്ധ മറിയാമിന്റെ അടുക്കൽ, യോസേഫിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. സ്തോത്രം. അപ്രകാരം തന്നെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു,
ആമേൻ, ദൂതൻ കാരാഗൃഹത്തിനകത്തിറങ്ങി. എന്തിനാ? എഴുന്നേറ്റ് വയ്ക്കോ, വാ പുറത്തു വാ എന്ന് വിളിച്ച് യോഹന്നാനെയും പത്രോസിനെ വിളിച്ചോണ്ടുപോയി. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം. കാരാഗൃഹം ഭദ്രമായി പൂട്ടപ്പെട്ടിരുന്നു. പത്രോസ് യോഹന്നാനും പുറത്തിറങ്ങി. കാരാഗൃഹത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അവർ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 12 അപ്പോസ്തലനായ പത്രോസിനെ സ്വതന്ത്രമാക്കി. ഇവിടെ ഒരിടത്തും സുവിശേഷം ദൂതൻ പറഞ്ഞില്ല. എന്നാൽ ഒരു അഡ്രസ് കൊടുക്കുന്നുണ്ട്. എന്താ അഡ്രസ്? യോപ്പയിൽ സമുദ്രതീരത്ത് താമസിക്കുന്ന യൂദയുടെ വീട്ടിൽ പാർക്കുന്ന ആമേൻ ശീമോൻ എന്ന പേരുള്ള പത്രോസ് എന്ന മറുപേരുള്ള ഒരു മനുഷ്യൻ വിളിച്ചോണ്ട് വന്ന സുവിശേഷം കേൾക്കണം. ഈ ഉപവാസ പ്രാർത്ഥന ദൂതൻ ഇറങ്ങി ഒരു പക്ഷേ സുവിശേഷം പറയില്ല. ഞങ്ങളെ കർത്താവ് കൊണ്ടുവന്ന് നിങ്ങളോട് ഈ സദ്വാർത്ത അറിയിക്കാൻ. ആ വചനത്തിനകത്ത് തുപ്പട്ടി ദർശനം കണ്ടേച്ച് നമുക്ക് ആ സംഭവങ്ങൾ അറിയാം. ആമേൻ. ദൈവം കർത്താവ് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് ഇതിനെ അറുത്ത് തിന്നുക. പത്രോസിന്റെ മറുപടി ഇതാണ്, കർത്താവേ, അശുദ്ധമായൊരു ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ അവിടുത്തെ മറുപടി ഇതാണ്, ഞാൻ വിശുദ്ധീകരിച്ചിരുന്ന അശുദ്ധമെന്ന് പറയരുത്. ആ 4 കോണും കെട്ടിയ പാത്രം എന്ത് ചെയ്തു? ആമേൻ, എടുക്കപ്പെട്ടു. അതിനുശേഷം പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആമേൻ താഴെ 2-3 വ്യക്തികൾ വന്ന് വിളിക്കുകയാണ്. ഇത് യൂദയുടെ വീടാണോ? തോൽക്കൊല്ലനായ യൂദയുടെ വീടാണോ? അതെ. ഇവിടെ ശീമോൻ എന്ന മറുപേരുള്ള പത്രോസ് എന്ന വ്യക്തി വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ പത്രോസ് അപ്പോസ്തലനെ അന്വേഷിക്കുന്ന കണ്ട അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോൾ ജാതീയരായ 3 വ്യക്തികൾ അപ്പോസ്തലനായ പത്രോസിന്റെ ആമേൻ അടുക്കൽ വന്ന ഇവരെ കുറിച്ച് ദൈവാത്മാവ് പറഞ്ഞു, ഇവരോടൊപ്പം നീ പോക. നേരെ കൊർന്നല്യോസ് അപ്പം ഇരുന്ന മനുഷ്യന്റെ വീട്ടിലെത്തി. അദ്ദേഹം നിലം വരെ കുനിഞ്ഞ് പത്രോസിന്റെ കാൽക്കൽ വീഴുക. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാൻ നിന്നെപ്പോലൊരു മനുഷ്യൻ. കണ്ടോ? ഒന്നാമത്തെ പ്രസംഗത്തിന് 3000 പേരെ ക്രിസ്തയേശുവിന്റെ സഭയുടെ അംഗങ്ങളാക്കി മാറ്റിയ അതിഭക്തനായ മനുഷ്യൻ നടന്നു പോകുമ്പോൾ നിഴലിരട്ടി സൗഖ്യമാകേണ്ടതിന് രോഗികളെ കൊണ്ട് കിടത്തിയ ചരിത്രം നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അവൻ കർത്തൃവേലയിൽ അവൻ ഉത്സുകനായി ഓടിയ ഈ ഭക്തന്റെ മുമ്പിൽ കാൽക്കൽ വന്ന് ഒരു പട്ടാള മേധാവി വീണപ്പോൾ അപ്പോസ്തലനായ പത്രോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ നിന്നെപ്പോലൊരു. ഞാൻ പറയട്ടെ പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നിഗളികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, തലക്കനമുള്ളവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ എളിമത്വം ആർക്കാണോ ഉണ്ടാകുന്നത് അവരെ മാനിപ്പാൻ, അവരെ കരം പിടിച്ചുയർത്താൻ എൻ്റെ സ്വർഗത്തിൽ അപ്പം നോക്കിയിരിക്കുക. ഹല്ലേലൂയ. കോട്ടൂരി കൊടുക്കാൻ ഒരാള്, ബാഗ് ചുമക്കാൻ ഒരാള്, കാല് തിരുമ്മിക്കൊടുക്കാൻ വേറൊരാള് ഇല്ല. നീ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കാൻ ആ നാഥനെ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്ന ഈ ഓട്ടത്തിൽ എന്തിനാ നമുക്ക് തലക്കനം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ നമുക്കിവിടെ ശ്രേഷ്ഠത പറയാൻ? നമുക്കൊരു ശ്രേഷ്ഠതയില്ല പ്രിയരെ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ അവൻ ഏറ്റവും താഴ്ന്ന അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ നാഥൻ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമാരെ തിരഞ്ഞെടുത്ത നാഥൻ. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്ത നാഥൻ പഠിപ്പിച്ചത് എളിമത്വത്തിൻ്റെ ജീവിതമെങ്കിൽ ദൈവം നൽകിയ നല്ല വീടും ദൈവം യാത്ര ചെയ്യുവാൻ തന്ന കാറും ദൈവം മാനിക്കുവാൻ തന്ന സദസ്സും കണ്ട് നമ്മൾ നിഗളിക്കരുത്. അവരോട് ദൈവം എതിർത്തു നിൽക്കുന്നു. താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, വിനയഭാവമുള്ളവനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസിന്റെ വാക്കതാണ്, എഴുന്നേൽക്ക, ഞാൻ നിന്നെ പോലുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് അപ്പോസ്തലനായ പത്രോസ് അവിടെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് വായിച്ച് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ സ്തോത്രം 24 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. കൈസരയിലെത്തി. ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെ എല്ലാരെയും ആ വീട്ടിൽ അദ്ദേഹം കൂട്ടിവരുത്തി. അടുത്ത് അവർക്കായി അപ്പോസ്തലനായ പത്രോസിന് വേണ്ടി ആ വീട്ടുകാർ കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. പട്ടാള ഉദ്യോഗസ്ഥൻ പത്രോസിന്റെ കാൽക്കൽ വീണു. അടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചു.
എന്നിട്ട് അദ്ദേഹത്തോട് സംഭാഷിച്ചുകൊണ്ട് അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ടിട്ട് അവരോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലരുതെന്നും അവരുമായി സഹകരിക്കുന്നതും യഹൂദന് നിക്ഷിപ്തം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അടുത്ത്, എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്നത് ന്യായപ്രമാണം ഞങ്ങൾക്കുള്ളത്, ക്രിസ്തു ഞങ്ങളിൽ നിന്നാണ് വന്നത്, വാഗ്ദത്തം ഞങ്ങൾക്കാണുള്ളത്. അതുകൊണ്ട് കറുത്തിരിക്കുന്ന ആരെടുത്ത് ഞങ്ങൾ ഇടപെടത്തില്ല. ഞങ്ങളുടെ രീതിക്ക് താണവരുമായിട്ട് ഞങ്ങൾ അങ്ങനെ സഹകരിക്കാനൊന്നും പോകാറില്ല. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് ഇടിച്ചു കളഞ്ഞതിനെ നമ്മൾ പണിയരുത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളെയാ. എനിക്കിഷ്ടം അവരെയാ. അവർ തരുന്ന വെള്ളം, അവർ തരുന്ന ആഹാരം കഴിച്ചു വളർന്നവനാ ഞാൻ. ഇന്നും ഓർക്കുന്ന ഒറ്റശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മൈലച്ചൽ, അതിൻ്റെ സമീപം മൈലച്ചൽ എന്നൊരു സ്ഥലമുണ്ട്. എൻ്റെ വേദപുസ്തക പഠനത്തിന് ശേഷം ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച അവിടെയാണ്. ഒരു ചെറിയൊരു ഷെഡ്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആരാധന. അപ്പോൾ ഞായറാഴ്ച ദിവസം ഈ കാച്ചാണിക്കടുത്ത് തറട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു കൂടിവരവ് അവിടെ. അപ്പോൾ അവിടെ വരണം. അതുകൊണ്ട് ഇവിടെ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രവർത്തനം. വെള്ളിയാഴ്ച പകലത്തെ ആരാധനയ്ക്ക് ഒരു 15 പേർക്കകത്ത് കൂടും. എല്ലാം പാവപ്പെട്ടവർ, കുറേ അമ്മച്ചിമാർ, കുറച്ച് കുഞ്ഞുങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ആൻറ്റിയുമായിട്ട്, അന്ന് ഞാൻ വിവാഹിതനല്ല, അവിടുത്തെ ഒരു ആൻറ്റിയും കൂട്ടി, ഇത്തിരി പ്രായം ചെന്ന ഒരമ്മ, അവരെയും കൂട്ടി ട്രാക്റ്റുമായി അവിടങ്ങളിൽ വീടുകളിൽ കയറും. ഞാൻ ആ ഏരിയയിൽ കയറാത്ത വീടുകളില്ല. അന്ന് ഉച്ചയ്ക്ക് അവർ തരുന്ന ആ ഭക്ഷണം റേഷൻ അരിച്ചോറും ഒരു ഉരുള ചമ്മന്തിയും ഒരു പപ്പടവും അല്പത്തൈരും. ഇന്നും അതിൻ്റെ ടേസ്റ്റ് വായിന്ന് പോയിട്ടില്ല. ഇന്നും ഇഷ്ടമാണ് ആ ഭക്ഷണം. എനിക്ക് വിപുലമായ ആഹാരം, ഹോട്ടലിലെ ഭോജ്യം, ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നതേ ഇഷ്ടമല്ല. എനിക്കിഷ്ടം റേഷനരി ചോറും ഇച്ചിരി തൈരും ഒരുള്ള ചമ്മന്തിയും. പപ്പടം വലിയ പ്രാധാന്യതയൊന്നുമില്ല. ഇത്രയും കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിറച്ച് കഴിക്കും. സ്തോത്രം. അതുകൊണ്ട് ചിലയിടത്തൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ പ്രത്യേകിച്ച് പറയും, എനിക്ക് ഇറച്ചിനെടുത്ത് വെച്ചേക്കരുത്, എനിക്ക് വലിയ താല്പര്യമില്ല. ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു വെച്ചേരെ. ആമേൻ. അപ്പോൾ ഇടയ്ക്കൊരു മീറ്റിങ്ങിന് സ്ഥിരം പോകുന്നിടത്തുണ്ട്. പാസ്റ്ററെ വൈകിട്ട് എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞത് കഴിയും, എനിക്ക് വൈകിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇല്ല, കഴിപ്പിച്ചിട്ട് വിടത്തുള്ളൂ. ഞാൻ ആരാധന കഴിഞ്ഞാൽ ഉടനെ ഓടാൻ നിൽക്കുന്ന ആളാണ്. പിന്നെ അവരത്ര സഹകരണമായതുകൊണ്ട് ശരി, ഒരു കാര്യം ചെയ്യേ, ഒരു 2 ദോശയും ഇച്ചിരി ചമ്മന്തിക്കറി ഉണ്ടാക്കി വയ്ക്കാൻ പറയും. നാണക്കേടല്ലേ പാസ്റ്ററെ? എനിക്ക് നാണക്കേടില്ല, നിങ്ങൾക്ക് പറ്റി ഉണ്ടാക്കുക, വേറെ ഒന്നും അവിടെ ഉണ്ടാക്കി വെച്ചേക്കല്ലേ. ഞാൻ പറയുന്നു, കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. സ്തോത്രം. ഭക്ഷണപ്രിയനാകരുത്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ഭക്തനാ വീട്ടിൽ ചെന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ, ഞങ്ങൾ ജാതികളുമായി ഇടകലരില്ലെന്നും അവരോടുകൂടെ ചേർന്ന് നടക്കുന്ന നിക്ഷിപ്തമാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാ. പക്ഷേ എൻ്റെ കർത്താവ് എനിക്കൊരു ദർശനം തന്നു. ഞാൻ വിശുദ്ധീകരിച്ചവരെ നീ അശുദ്ധനെന്ന് എണ്ണരുത്. ഇന്ന് വലിയ വലിയ ചർച്ചകളിൽ താഴ്ന്ന ഒരു തരം, പിന്നെ 2 ഇടത്തരം വേറൊരു തരം, പിന്നെ സമ്പന്നർ അവരൊരു തരം. ഇവർ തമ്മിലേ ഡീലിംഗ് ഉള്ളൂ. മേളിൽ നിന്ന് താഴോട്ടും വരില്ല, ഈ താഴെ കിടക്കുന്നവർ മുകളിലോട്ട് പോകത്തുമില്ല. ഇല്ല, എൻ്റെ യേശു അപ്പനാ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞെങ്കിൽ നമ്മളതിനെ രണ്ടാമത് കെട്ടരുത്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ സവിസ്താരം ആ കാര്യം പറയുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വേർപാണ്ടം നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു,
എന്നിട്ട് രണ്ടു കൂട്ടരെയും ക്രിസ്തുവിൽ ഒരു ദേഹമാക്കി മാറ്റി. പിതാവിന്റെ അടുക്കൽ ചെല്ലാൻ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു വഴി ഇല്ല എന്ന നിയമത്തെ സ്ഥാപിതമാക്കിക്കൊണ്ട് ന്യായപ്രമാണമെന്ന ശത്രുത്വത്തെ നീക്കിക്കളഞ്ഞ് യഹൂദനെയും ജാതികളെയും ആ തിരുക്കരങ്ങളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇനി യാഗം കൊണ്ടോ കർമ്മം കൊണ്ടോ ഉത്സവം കൊണ്ടോ അല്ല നിത്യതയിലേക്കുള്ള പ്രവേശനം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് ഒരുത്തനും കടന്നു പോകാൻ കഴിയത്തില്ല എന്ന പ്രമാണത്തെ ഞാനൊന്ന് ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ നിയമത്തെ സ്ഥാപിതമാക്കി. ആ നിയമം യഹൂദനും ജാതികൾക്കും ബാധകം. ഇനി ദൈവസന്നിധി ദൈവരാജ്യത്തിൽ ചെല്ലാൻ യഹൂദനും വേറെ വഴിയില്ല, ജാതികൾക്കും വേറെ വഴിയില്ല. ക്രിസ്തുവിൽ രണ്ടുപേരും ഒന്നായി മാറി. ഈ മർമ്മം നിങ്ങളെ അറിയിപ്പാൻ ദൈവം എന്നെ ഒരു സഭാ ശുശ്രൂഷകനാക്കി. ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയരെ? ജാതീയ വ്യവസ്ഥ, നിറത്തിന്റെ വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, ന്യായപ്രമാണ വ്യവസ്ഥ ഇടിച്ചു കളഞ്ഞിട്ടാണ് ദേവാലയത്തിലെ തിരശീല വേർതിരിച്ച് നടത്തിയ തിരശീല മേൽതൊട്ടടിയോളം ചീന്തിക്കൊണ്ട് തിരുശരീരത്തെ കുരിശിൽ ഇരുകൊള്ളരുടെ മധ്യത്തിൽ അതിനെ തകർത്തുകൊണ്ട് മാനവകുലത്തിന്റെ രക്ഷകനായവൻ വേർപാടിനെ ഇടിച്ചു കളഞ്ഞ് രണ്ടു കൂട്ടരെയും ക്രിസ്തുവിൽ ഒന്നാക്കിയെങ്കിൽ ദൈവം പൊളിച്ചതിനെ നമ്മൾ പണിയരുത് എന്ന മർമ്മം നിങ്ങളെ അറിയിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. വചനം മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ഇനി ഈ സഭയ്ക്കകത്ത്, ദൈവത്തെ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ആത്മീയരുടെ ഇടയിൽ ജാതീയ വ്യവസ്ഥകൾ കൊണ്ടുവരുവാൻ ഈ പുസ്തകം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ഒന്നായി കാണാൻ, ഒന്നുപോലെ ചിന്തിപ്പാൻ, ഒന്നുപോലെ സ്നേഹിപ്പാൻ പഠിപ്പിക്കുന്ന ഏക പുസ്തകം നമ്മൾ ചുമക്കുന്ന ഈ തിരുവെഴുത്താൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒന്നാമത്തെ മർമ്മം അതാണ്. നോക്കിക്കേ, ആമേൻ. ഇനി നോക്കിക്കേ, ഈ സഭ, നമ്മൾ ഈ ചിന്തിക്കുന്ന സഭ ഏതാ? IPC ആണോ, അല്ല AG ആണോ, അല്ല ചർച്ച കോഡാണോ, CSI ആണോ, കത്തോലിക്ക? ഇത് ഏതാ സഭ? എന്താ സഭയെന്നാൽ? സഭയെന്നാൽ എന്ത്? പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കാലാകാലങ്ങളായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനതയുടെ സമൂഹമാണ് സഭ. അവരാര്? കുഞ്ഞാടാം ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് കർത്താവിന് വേണ്ടി വിശുദ്ധിക്കായി നിൽക്കുന്ന ഒരു കൂട്ടം ജനം. ഒന്നുകൂടെ പറഞ്ഞാൽ, വീണ്ടെടുപ്പ് പ്രാപിച്ച്, വീണ്ടും ജന്മം പ്രാപിച്ച്, നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച്, രക്ഷയുടെ അനുഭവം പ്രാപിച്ച്, അപ്പോസ്തല ഉപദേശം കൈക്കൊണ്ട് വേർപെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർപ്പാൻ എന്റെ നാഥൻ എത്രയും വേഗം വരുന്നു. IPC എന്നില്ല, ചർച്ചക്കോട് എന്നില്ല, AG എന്നില്ല, CSI എന്നില്ല, കത്തോലിക്ക എന്നില്ല. അവൻ വിശ്വാസത്തിന്റെ വചനത്തെ യഥാർത്ഥമായി പ്രമാണിച്ച് കർത്താവ് നമ്മളെ ഉപദേശിച്ച നിയമപ്രകാരം രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച്, അപ്പോസ്തല ഉപദേശം കൈക്കൊണ്ട്, വേർപെട്ട്, അപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ച്, പ്രാർത്ഥന കഴിച്ച് പോരുന്ന തന്റെ ജനത്തെ ചേർപ്പാൻ എന്റെ നാഥൻ എത്രയും വേഗം വരുക. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയരെ, നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമാകണമെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ചിലടത്ത് ചെല്ലുമ്പോൾ അപ്പനും അമ്മയും ദൈവത്തെ ആരാധിക്കുന്നവരാണ്, പക്ഷെ മക്കൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ദൈവകൃപ വന്നിട്ടില്ല. ഞാൻ പറയുന്നത്, യേശു കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു. അവൻ ഉപമകളിലൂടെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ഒരുത്തൻ 5 താലന്ത്, ഒരുത്തൻ 2 താലന്ത്, ഒരുത്തൻ 1 താലന്ത് അല്ലേ ഏൽപ്പിച്ചിട്ട് പോയി. ഏറിയ നാൾ കഴിഞ്ഞപ്പോൾ ആ യജമാനൻ തിരിച്ചു വന്നു. 5 കിട്ടിയവൻ 5 കൂടെ നേടി. 2 കിട്ടിയവൻ, പറഞ്ഞേ, 2 കിട്ടിയവൻ 2 കൂടെ നേടി. 1 കിട്ടിയവൻ കൊണ്ടുപോയി കുഴിച്ചിട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒത്തിരി ആശയങ്ങൾ അതിനകത്തുണ്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്ന അതിൽ ഒരാശയം പറയാം. ഈ താലന്ത് എന്ന് പറയുന്നത് നമുക്ക് തന്ന മക്കളാണ്. 5 മക്കളുണ്ടോ 5 എണ്ണത്തെ വിശ്വാസത്തിന് നേടണം. അവർക്കുള്ള തലമുറകൾ, നമ്മുടെ തലമുറകൾ, അവർ ആത്മീയ കുടുംബങ്ങളിൽ നിന്ന് അവർക്കൊരു ബന്ധമുണ്ടാകണം. 2 മക്കളെ തന്നോ 2 പേരെ നമ്മൾ വിശ്വാസം നിലനിർത്തണം. ഒരാളെ തന്നോ ആ ഒരാളെ നമ്മൾ വിശ്വാസം നിലനിർത്തണം. അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ
യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറകൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കാണണം. ജീവന്റെ പുസ്തകം എന്ന പുസ്തകം തുറന്ന് പേര് വിളിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും പേര് വിളിച്ചു, മക്കളുടെ 3 പേരുടെയും പേര് വിളിച്ചില്ലെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ ഈ പുസ്തകം ചുമന്നത് വെറുതെ. ജീവന്റെ പുസ്തകം എന്ന പുസ്തകം തുറന്ന് പേര് വിളിച്ചപ്പോൾ അപ്പന്റെ പേര് വിളിച്ചു, അമ്മയുടെ പേരില്ലെങ്കിൽ ഇത്രയും നാൾ ഈ പുസ്തകം കൊണ്ട് ഓടിയത് വെറുതെ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, പ്രിയരെ, നമ്മുടെ തലമുറകളിൽ ആരെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അകന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരയണം. ആമേൻ. എന്റെ നാഥന്റെ സന്നിധി നമ്മൾ കാണപ്പെടേണ്ടതിന് കുടുംബമായി. യോശുവ പറ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം. അപ്പോൾ ഈ മർമ്മം നമ്മൾ തിരിച്ചറിയണം. ഞാനും എന്റെ കുടുംബവും എന്ന മർമ്മം. 2, സർവജാതികളെയും ക്രിസ്തുവിൽ ഒന്നാക്കി നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന മർമ്മത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കണം. നോക്കിക്കേ, ആരാണ് കർത്തൃസന്നിധിയിൽ കാണുന്നത്? വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9-ാം വാക്യം. അവിടെ വായിക്കുന്നു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതി എന്നുള്ളവരെ പിതാവിനായി വിലയ്ക്ക് വാങ്ങി. അവരെ ദൈവത്തിന് രാജ്യവും പുരോഹിത വർഗവുമാക്കി വെച്ചു. സ്തോത്രം. വാക്യം കണ്ടോ? 5:9 കണ്ടോ? അവിടെ വായിക്കുന്ന അങ്ങനെ, കർത്താവിന് നമ്മളെ ഒരു പുരോഹിത വർഗമാക്കി സ്വന്തം ജനമാക്കി വയ്ക്കാൻ എവിടുന്നാ വിളിച്ചോണ്ട് വന്നേ? ഒന്ന് വായിച്ചു നോക്കിയേ. സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി ആര് വിലയ്ക്ക് വാങ്ങി? മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ബലിയായി മാറിയ പാപമില്ലാത്ത ഊനമില്ലാത്ത പിതാവാം ദൈവത്തിന്റെ കുഞ്ഞാടാം ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആരൊക്കെയുണ്ട് അതിനകത്ത്? ജാതികൾ, ഭാഷക്കാര്, വംശക്കാര്, ആമേൻ, ഗോത്രക്കാര്. നമ്മൾ എവിടെയൊക്കെയോ മാറ്റി നിർത്തിയ പലരും അന്നാളെ നാഥന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, അവരെ എന്താക്കി മാറ്റിയെന്ന? രാജ്യവും പുരോഹിത വർഗവുമാക്കി. രാജ്യവും പുരോഹിത വർഗവും. അതാണ് 1 പത്രോസ് 2-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നിങ്ങളോ, ബാക്കി പറഞ്ഞേ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകും. നമ്മുടെ വിളിയെ തിരിച്ചറിയുക. ദൈവമക്കളെ, നല്ലൊരു ആത്മീകനായി ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വചനം പഠിക്കുക. ഞാൻ ആരാ? എൻ്റെ പദവി എന്താ? എൻ്റെ വിളിയുടെ വലിപ്പം എന്താ? ദൈവം എന്നെ എന്തിനാ വേണ്ടിയിട്ടാണ് വിളിച്ചേ? സ്തോത്രം. ഞാൻ പറയാം, വിളിയുടെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെടുന്നവൻ അവൻ ഈ മാർഗം വിട്ട് ഒരിക്കലും പിന്മാറില്ല. അവൻ നിത്യത വരെ, അല്ലെങ്കിൽ മരണം വരെ അവൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ. ഈ മർമ്മം പ്രസ്താവിപ്പാൻ ദൈവം ഞങ്ങളെ സഭയുടെ ശുശ്രൂഷകനാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഇനി 2-ാമത്തെ മർമ്മം എന്താണ്? 2-ാമത്തെ മർമ്മം വായിച്ചേ, അതിൻ്റെ 27-ാമത്തെ വാക്യം. ഈ മർമ്മത്തിന്റെ മഹിമാതനം അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. 2-ാമത്തെ മർമ്മം, യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ ദൈവവൈദ്യന്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു, വസിക്കുന്നു എന്നുള്ള മർമ്മം. 1-ാമത്തെ മർമ്മം ഏതാണ്? ജാതികളെന്നോ ബർബരനെന്നോ ശകനെന്നോ ദാസനെന്നോ യഹൂദനെന്നോ ഇല്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമായി, ഒരു ദേഹരൂപമായി നിത്യത പ്രാപിക്കേണ്ടതിനാണ് ക്രിസ്തു ലോകത്തിൽ വന്നത് എന്ന മർമ്മം. അപ്പൊ 2-ാമത്തെ മർമ്മം ഏതാ? ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന മർമ്മം. യേശുവോടെ വസിക്കുന്നേ? കുരിശടിയിലാണോ? കുന്നിൻ്റെ മുകളിലാണോ? മരച്ചുവട്ടിലാണോ? അല്ല. ക്രിസ്തു വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഇടം എൻ്റെയും നിങ്ങളുടെ ഹൃദയം. ഹല്ലേലൂയ.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം ആ ഒരു വിഷയത്തിന് വേണ്ടി തന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ, എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ഒരു പ്രാർത്ഥന, 7 വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ അക്കമിട്ടൊന്ന് എണ്ണിക്കുറിച്ചാൽ 7 വിഷയങ്ങൾ അവിടെ ഉണ്ട്. അതിലൊന്ന്, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു സഭയിലെ അഭിവൃദ്ധി എന്നത് ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വസിച്ചാൽ എന്ത് സംഭവിക്കും? ക്രിസ്തയേശുവിലെ ഭാവം അവനിൽ ഉണ്ടാവും. എന്താ ക്രിസ്തയേശുവിലെ ഭാവം? ഫിലിപ്പിലെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണ്. അവിടെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണം, എണ്ണിപ്പറഞ്ഞാൽ സമത്വം വിട്ടു, താഴ്ച സ്വീകരിച്ചു. ആമേൻ, സ്തോത്രം. പിന്നെ അനുസരണമുള്ളവനായി ദൈവസന്നിധിയിൽ പൂർണ്ണമായി താഴ്മയോടെ ലോകത്തിലേക്ക് വന്ന യേശു കർത്താവിന്റെ ഭാവം നമ്മിലുണ്ടാകണം. ആ ഭാവം ഉണ്ടാകണമെങ്കിൽ യേശു അപ്പം നമ്മുടെ ഉള്ളത്തിൽ, നമ്മളോട് ചോദിച്ച വാസ്തവത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ? പെന്തക്കോസ്ത് വീട്ടിൽ ജനിച്ചത് കൊണ്ട് യേശു ഹൃദയത്തിൽ വരണമെന്നില്ല. അതുകൊണ്ട് ആ റോമാലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ വ്യക്തിപരമാണ്. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നില്ല. ധരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ, സ്തോത്രം, പെന്തക്കോസ്ത് കുടുംബത്തിനകത്ത് ജനിച്ചത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് ഇല്ല. പോലീസുകാരൻ്റെ മക്കളെല്ലാം പോലീസാകുന്നില്ല, ഡോക്ടറുടെ മക്കളെല്ലാം ഡോക്ടറാകുന്നില്ല, പെന്തക്കോസ്തുകാരുടെ മക്കളെല്ലാം വിശ്വാസത്തിൽ നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ക്രിസ്തുവില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയ മക്കളോട് ഞാൻ പറയുന്നു, സ്തോത്രം, നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വാസം ചെയ്യണം. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കണം. വെളിപ്പാട് പുസ്തകം 3:20, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഏത് വാതില? ഹൃദയമെന്ന കവാടത്തിൽ. നമ്മൾ പലപ്പോഴും ഈ പ്രസംഗം, ഈ വാക്യം വിളിച്ചു പറയുന്ന പരസ്യയോഗത്തിനും കൺവെൻഷൻ സദസ്സിലും ഇല്ല. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ മുട്ടട്ടെ. യേശു ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യാൻ തള്ളിക്കയറാറില്ല. നീ അനുവാദം കൊടുക്ക്. ആമേൻ. നമ്മൾ അനുവാദം കൊടുത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നു. 2 ഉദാഹരണം അതിന് ഞാൻ പറയാം. വിശുദ്ധ മറിയാമിൻ്റെ അടുക്കൽ ആമേൻ, വിശുദ്ധ മറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പാസ്റ്റർ കത്തോലിക്കക്കാരനാണോ എന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ തനി പെന്തക്കോസ്തുകാരനാണ്. സ്തോത്രം. ഇനി വിശുദ്ധ മറിയാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടാണ്. സ്തോത്രം. അവരെക്കാളൊരു വിശുദ്ധ മതി പാലസ്തീൻ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ, ബത്ലഹേം നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ വേറൊരാളിൽ ക്രിസ്തു ജനിച്ചേനെ. വിശുദ്ധി കൊണ്ടും നിർമ്മലത കൊണ്ടും അവർ ബഹുമാനത്തിനങ്ങേറ്റ യോഗ്യയായതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. സ്തോത്രം. ഇനി ചിലരൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, യേശു കർത്താവ് ആ അമ്മയെ സ്ത്രീയെ എന്നല്ലേ വിളിച്ചത്, അതുകൊണ്ട് അമ്മയെ ബഹുമാനിച്ച ഇല്ല. മൂലഭാഷകളിലേക്ക് ചെന്നാൽ, പുസ്തകങ്ങൾ അടിസ്ഥാനപരമായി വായിച്ചാൽ ഉപയോഗിച്ചെന്ന പദം മഹതിയെ, മഹതിയെ, ശ്രേഷ്ഠേ. സ്ത്രീയെ എന്ന് വിളിച്ച് അവഹേളിക്കുകയല്ല ചെയ്തത്, മഹതിയെ എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും ക്രിസ്തുവിൻ്റെ മാതാവായ വിശുദ്ധ മറിയം ആരാധനയ്ക്ക് യോഗ്യല്ല. അവിടുന്ന് അവര് ബഹുമാനത്തിന് യോഗ്യയാണ്. അത്രയും കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ മാതാവായ വിശുദ്ധ മറിയാമിൻ്റെ അടുക്ക ദൂതൻ വന്ന് മാനവകുലത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജനന പശ്ചാത്തലം വിവരിച്ച് കഴിഞ്ഞിട്ട് ദൂതൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാ? ഇവരുടെ മറുപടി കിട്ടിയിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാൻ. സ്തോത്രം അല്ലേ? അല്പസമയം അവർ ചിന്തിച്ചു. ന്യായപ്രമാണം പഠിച്ചവര്, ന്യായപ്രമാണം അറിയാവുന്നവർ ചിന്തിച്ചു. ഏകദേശ കണക്കനുസരിച്ച് അന്ന് വിശുദ്ധ മറിയാമിന് 15-16 വയസ്സ് പ്രായമുള്ളൂ എന്നാണ് ചിലരുടെ അഭിപ്രായം. അവരോടാണ് ഈ ദൂത് പറഞ്ഞത്. ഈ ദൂത് കേട്ട ഉടൻ മുൻപിൻ പിൻപിൻ ചിന്തിച്ചു. നാളെ വരാനിരിക്കുന്ന അപമാനം, നാളെ വരാനിരിക്കുന്ന ആക്ഷേപം,
കല്ലെറിയാൻ സാധ്യതയുണ്ട്, ന്യായപ്രമാണ പ്രകാരം തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ സർവ്വയഹൂദന്റെ പുത്രിമാരും ആഗ്രഹിച്ചിരിക്കുന്ന മശിഹായുടെ ജനനം ഓർത്തപ്പോൾ ലോകത്തിലെ നിന്ന മറന്നു. അപമാനത്തും ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, കർത്താവ് നമുക്ക് ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തെ ഓർത്ത് ഈ ലോകത്തിലെ എല്ലാ മഹിമയും വിടുന്നവനാണ് ആത്മീകൻ. അതാണ് യേശു പറഞ്ഞ, നിധി മറഞ്ഞിരിക്കുന്ന വയൽ വാങ്ങാൻ അവൻ സകലതും വിറ്റു. ആരോ ചോദിച്ചെടാ ഇവൻ എന്നാ പ്രാന്താണ്? പക്ഷെ അവൻ നിധി മറഞ്ഞിരിക്കുന്ന ഒരു വയൽ കണ്ടു. മരണത്തിൻ്റെ അപ്പുറം ലഭിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ദാഹം ഒരുത്തൻ്റെ അകത്ത് വരുമ്പോഴാ ലോകത്തിലുള്ളതിനെ അവൻ വിടുന്നത്. ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹവും നീങ്ങിപ്പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നിലനിൽക്കുന്ന ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ ഇരുതോണിയിൽ കാല് വയ്ക്കുന്നവന് ആ നിത്യതയിലെത്താൻ പറ്റില്ല. ആമേൻ. ലോകത്തിലുള്ളതിനെയും വെറുക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനായി ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ മറിയാമിനോട് പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേട്ടേച്ച് അല്പസമയം ദൂതൻ വെയിറ്റ് ചെയ്യുക, അവരുടെ മറുപടി കിട്ടിയിട്ട് വേണം പോകാൻ. അവർ പറഞ്ഞ വാക്കതാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ. തൽക്ഷണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അത്യുന്നതന്റെ ശക്തി അവരുടെ മേൽ നിഴലിട്ടു. അവരിൽ ഒരു വിശുദ്ധ വ്രത ഉരുവായി, അവിടുന്നാണ് ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ അനുവാദം കൂടാതെ തള്ളിക്കയറാൻ എൻ്റെ നാഥൻ ആഗ്രഹിക്കുന്നില്ല. മുട്ടും. അനുവാദം കൊടുത്താൽ അവിടുന്ന് ഹൃദയത്തിൽ ഒന്ന് വാസം ചെയ്യും. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ ചോദിക്കുന്നു, വാസ്തവമായി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഹല്ലേലൂയ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് അംഗീകരിച്ച് വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. സ്തോത്രം. അമേ. റോമാലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. റോമാലേഖനം 10-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ക്രിസ്തുവിനെ നീതിക്കായി നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. അടുത്ത പദം, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഈ ക്രിസ്തുവിന് ഹൃദയം കൊടുത്ത ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഈ ക്രിസ്തുവിനായി ജീവിതം മാറ്റിവെച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാം വാക്യം. ഗലാത്യർ 4:19 അവിടെ വായിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് ജാതിയരിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്കുകൾ, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉരുവാകുവോളം പ്രസവ വേദനപ്പെട്ട് ഞരങ്ങുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ. ഉരുവാകുക എന്ന വാക്കിന്റെ അർത്ഥം ജനനം കൊള്ളുക, ജനിക്കുക. അപ്പോൾ അവിടെ വായിക്കുന്നത്, ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അനുഭവിക്കുന്ന വേദന വിശ്വാസിക്ക് വേണ്ടി സഭാ പാസ്റ്റർ അനുഭവിക്കുന്നു. എന്ത് വേദന? യേശു ക്രിസ്തു എവരുടെ ഹൃദയത്തിൽ ഉരുവാകണം. ഉപവാസ മീറ്റിങ്ങിന്റെ ലക്ഷ്യം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകണം. യേശു കർത്താവിലെ ഭാവം നമ്മിൽ ഉണ്ടാവണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒറ്റയ്ക്കാകരുത്, നമ്മുടെ രക്ഷകനായ കർത്താവുമായിട്ടായിരിക്കണം. അവിടെയാണ് നിങ്ങൾ ലജ്ജിക്കാതെ നിൽക്കുന്നത്. ഞാൻ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആരാധന, കയ്യടി, ആത്മീക സന്തോഷം, ബഹളം ഇതെല്ലാം എവിടുന്നാ ഉണ്ടാകുന്നറിയാമോ? ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലെ സന്തോഷത്തിൽ നിന്നാകണം. ഏതാണ് ആ സന്തോഷം? ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന സന്തോഷം. ഹല്ലേലൂയ. ഈ ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം ഒരുത്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മനസ്സിനുണ്ടാകുന്ന മാറ്റം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഒരുത്തൻ്റെ ഹൃദയത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്തൊക്കെയാ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്? വായിച്ച ഒരു വാക്യം കൂടെ, മർക്കോസ് സുവിശേഷം 7-ാമത്തെ അധ്യായം 20 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. മർക്കോസ് സുവിശേഷം 7-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പെടുന്നതത്രേ
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. എവിടുന്ന് പുറപ്പെടുന്നു? എവിടുന്ന് പുറപ്പെടുന്നു? ഹൃദയത്തിൽ നിന്ന് തന്നെ. കണ്ടോ, മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ ഇതെല്ലാം പുറപ്പെടുന്നു. ഈ ഹൃദയത്തിനകത്ത് വസിപ്പാൻ ഒരുവൻ മുട്ടുന്നുണ്ട്. ഈ മർമ്മം നിങ്ങൾ അറിയണം. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ നാഥന് വേണ്ടി തുറന്നു കൊടുക്കൂ. പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ക്രിസ്തു, നമ്മുടെ രക്ഷകനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലൊന്ന് വാസം ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ വാക്ക്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കണമെന്ന് ഞാൻ ആശിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അവിടുന്ന് നമ്മുടെ ഹൃദയം എന്ന കവാടത്തിൽ മുട്ടുകയാണ്. എനിക്ക് ആഗ്രഹമുണ്ട് നിന്നിൽ നിന്ന് വസിപ്പാൻ, നിന്നോട് കൂടെ വസിപ്പാൻ. തിരുവെടുത്ത് പരിശോധിക്കൂ. ഏദനിൽ മനുഷ്യനെ എന്തിന് ദൈവം സൃഷ്ടിച്ചു? മനുഷ്യനോട് കൂടെ വസിപ്പാൻ. ഇസ്രായേൽ എന്ന ജനത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ട് സമാഗമന കൂടാരമെന്ന ആ ദേവാലയം പണിതിട്ട് ദൈവം എന്താ പറഞ്ഞത്? നിങ്ങളുടെ മധ്യേ വസിപ്പാൻ ഞാൻ ആശിക്കുന്നു. 3 ഗോത്രങ്ങൾ വീതം 4 ദിക്കിൽ, കിഴക്ക് 3, വടക്ക് 3, തെക്ക് 3, പടിഞ്ഞാറ് 3, 12 ഗോത്രങ്ങൾ മധ്യത്തിൽ സമാഗമന കൂടാരം. ആമേൻ. നമ്മുടെ മധ്യേ 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ, ആമേൻ, നമ്മുടെ ഭവനത്തിൽ നാഥനായി എൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിപ്പാനായി ആഗ്രഹിക്കുന്നു. ഈ മർമ്മം നിങ്ങളെ അറിയിപ്പാൻ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, 27-ാമത്തെ വാക്യം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള മർമ്മം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ നമ്മൾ അവസരം കൊടുക്കണം. തള്ളിക്കയറുന്നില്ല, അവിടുന്ന് നമ്മളോട് വെയിറ്റ് ചെയ്യുകയാണ്, മുട്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉത്തമഗീതങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മണവാളനായ ക്രിസ്തുവിനെ അവിടെ അവതരിപ്പിക്കുന്നത്, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടി എൻ്റെ പ്രിയൻ്റെ സ്വരം ഞാൻ കേട്ടു. അവൻ ആ വാതിലിൻ്റെ ഭാഗത്തെ ദ്വാരത്തുകൂടെ അകത്തേക്ക് കൈനീട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ഞാൻ എൻ്റെ പാദങ്ങളെ കഴുകിയിരിക്കുന്നു, ഞാൻ കുളിച്ചിരിക്കുന്നു, എനിക്കിനി വരാൻ പറ്റില്ല. പക്ഷെ ആ പ്രിയൻ വീണ്ടും എന്നെ വിളിച്ചു. ഞാനോ ആ ശബ്ദത്തെ തിരസ്കരിച്ചു. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് വാതിൽ തുറന്നു. അപ്പോഴേക്കും അവൻ അവിടം വിട്ടു പോയിരുന്നു. ഇന്ന് പകൽ ഉപവാസ മീറ്റിങ്ങിൻ്റെ 1-ാം നാൾ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വാസം ചെയ്യണമെന്ന് ആശിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ നമ്മളെ വിട്ട് അകലുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം തോന്നാറുണ്ടല്ലേ? ഇല്ലേ? നമ്മൾ അടുത്തിടപെട്ടാണ് അടുത്ത് സ്നേഹിക്കുന്നവർ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം, ഇന്നലെ സംസാരിച്ച കുട്ടി ഇന്ന് സംസാരിച്ചാൽ എന്ത് വിഷമം തോന്നും, ഇല്ലേ? എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഉറ്റുനോക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, ഇല്ലേ? തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ തന്നെ പഠിക്കണേ. സ്തോത്രം. അമ്മേ, തോന്നും. അമ്മേനെ എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, പപ്പ ഇന്നലെ വരെ ഭയങ്കര സ്നേഹമായിരുന്നു, ഇന്ന് അവൾ മിണ്ടിയില്ല. ഇപ്പം ഞാൻ ഈ ആരാധന കഴിഞ്ഞ് രാത്രി എത്ര മണിക്ക് വീട്ടിൽ ചെന്നാൽ അതുവരെ പിള്ളേർ കാത്തിരിക്കും. എന്തെന്നറിയാമോ? സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ. ഞാനത് കേട്ടിട്ടേ ഉറങ്ങും, കാരണം നമുക്ക് വേറെ സമയമില്ലല്ലോ. സ്തോത്രം. അവൾ മിണ്ടിയില്ല പപ്പ, അവർ മിണ്ടിയില്ല, ഇവർ മിണ്ടിയില്ല, അല്ലേ? ഞാൻ പറയട്ടെ, യേശു അപ്പം കൂടെ ഇല്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. എന്നോടൊപ്പം യേശു അപ്പൻ ഇല്ലാത്ത ഒരു അനുഭവം, അതിൽ ദുഃഖിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, ഒരു ഞായറാഴ്ചത്തെ പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഭാര്യയോട് മക്കളോട് ഞാൻ ചോദിക്കും, സങ്കീർത്തന പ്രബോധനം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? നന്നായിരുന്നു. ചിലപ്പോൾ പറയും, ഇച്ചിരി കൂടി വേണമായിരുന്നു, ഇന്ന ഭാഗങ്ങൾ. പ്രസംഗം അങ്ങനെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറയും, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും എഫക്റ്റ് ചെയ്തില്ല. അതെന്താ? ഞാൻ 4 പേരുന്ന് ഉറങ്ങണ കണ്ടു. അപ്പോൾ എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? സ്തോത്രം. അപ്പം ഞാൻ പറയും,
എന്ത് പറ്റിയാണ്ടോ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, അവർക്കത് എഫക്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അടുത്ത ഞായറാഴ്ചയ്ക്ക് പ്രാർത്ഥന അന്ന് തുടങ്ങുക. അടുത്ത ഞായറാഴ്ച സങ്കീർത്തന പ്രബോധനത്തിൽ ആരും ഉറങ്ങല്ലേ, നന്നായി പ്രസംഗിക്കാൻ കൃപ തരണേ. സ്തോത്രം. എവിടെ എൻ്റെ യേശുപ്പൻ എന്നെ വിട്ടു മാറിയെന്ന് എനിക്ക് നന്നായി അനുഭവിക്കാൻ കഴിയും. എവിടെയെങ്കിലും പ്രസംഗിക്കാൻ കഴിഞ്ഞു, ഞാൻ ആഗ്രഹിച്ച ആശയങ്ങളെല്ലാം എനിക്കവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോയിരുന്നത് എന്തപ്പോൾ പറ്റാത്തേ, എന്താ അവിടെ നിന്ന് മാറിയെന്നേ, എന്താ എൻ്റെ വായിൽ ആ വാക്ക് തരാത്തേ, എന്താ ഓർമ്മയിലത് കൊണ്ടുവരാത്തേ. ഞാൻ പറയട്ടെ പ്രിയരെ, നിങ്ങൾ അടുത്തറിയുന്ന നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളെ വിട്ടു മാറുന്നതിനേക്കാൾ നമ്മുടെ ജീവൻ്റെ ഉടമസ്ഥനായ അപ്പൻ നമ്മളെ വിട്ട് മാറുന്നതിൽ നിനക്ക് ദുഃഖം തോന്നണം. ഹല്ലേലൂയ. ഈ മർമ്മം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ സഭാ ശുശ്രൂഷകനായി. ഹല്ലേലൂയ. 2 മർമ്മങ്ങൾ. ഒന്നാമത്തെ മർമ്മം ഏത്? ജാതിക്കും യഹൂദനും യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയില്ല എന്ന മർമ്മം. ഒറ്റ വഴി, ഒരേ ഒരു വാതിൽ, ഒരുവൻ മാത്രം വെളിച്ചം, അവൻ ആ നാഥനിലൂടെ അല്ലാതെ നിത്യതയിൽ പിതാവിൻ്റെ അടുക്കലെത്താൻ കഴിയില്ല എന്ന മർമ്മം നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ നിങ്ങളുടെ മധ്യേ ഞാനൊരു സഭാ ശുശ്രൂഷകനായി. 2ാമത്തെ മർമ്മം, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യേശു കർത്താവ് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന മർമ്മം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ സഭാ ശുശ്രൂഷകൻ ആയി. സ്തോത്രം. ഇനി അടുത്ത വാക്യത്തിലേക്കൊന്ന് വന്നേ. സ്തോത്രം. 28ാമത്തെ വാക്യം ഒന്ന് വായിച്ചുള്ളൂ. 28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും നോക്കി, അവിടെ 3 പദപ്രയോഗങ്ങളുണ്ടല്ലേ. ഏതു മനുഷ്യനെയും, ഏതു മനുഷ്യനെയും, ഏതു മനുഷ്യനെയും 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയേ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നു. എന്തുപദേശിക്കുന്നു? യേശുവിൽ അവർ തികഞ്ഞവരാകണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷകന്റെ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്തോന്നാണ്? നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കാം, എന്താ ഈ തികഞ്ഞവനാകണമെന്ന് പറഞ്ഞ് പറയാൻ കാരണം? മറുപടി, ഞാൻ പ്രസംഗിക്കുന്ന യേശു സകലത്തിലും തികഞ്ഞവനാണ്. ആമേൻ. സകലത്തിനും അവൻ തികഞ്ഞവനാണ്. അവനിൽ പാപമില്ല, പാപം ചെയ്തിട്ടില്ല, പാപമറിയാത്തവൻ. ഹല്ലേലൂയ. അവനിൽ പാപമില്ല, പാപമറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. ഇനി അവിടുത്തെ പരിശുദ്ധിയുടെ ശ്രേഷ്ഠത. എബ്രായ ലേഖനം 7-ാമത്തെ 26-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ, ആ മഹാപുരോഹിതന്മാരെ പോലെ ആണ്ടുതോറും തനിക്കായി പിന്നെ ജനത്തിനായും പാവപരിഹാരം നടത്തേണ്ട ആവശ്യമില്ലാത്തവൻ. ഹല്ലേലൂയ. ആ നാഥൻ സകലത്തിനും തികഞ്ഞവനാണ്, പരിശുദ്ധിയിൽ തികഞ്ഞവനാണ്. അതാ കർത്താവ് പറഞ്ഞത്, എന്നിൽ പാപത്തെക്കുറിച്ച് ആർക്ക് ബോധം വരുത്താം? 5 കോടതിയിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഹന്നാവ്, കയ്യഫാവ്, സന്നദ്രി സംഘം, ഹേരോദാവ്, പീലാത്തോസ്, ഇവരൊക്കെ വിസ്തരിച്ചിട്ടും ഇവനിലൊരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. അവൻ സകലത്തിലും തികഞ്ഞവൻ. അടുത്ത പൗലോസ് പറയാനുള്ള കാരണം, ആ തികഞ്ഞവനോളം എത്താൻ ഞാൻ ഓടുക. ആ തികഞ്ഞ നാഥനോളം ഒന്നായിത്തീരാൻ, അതാ കർത്താവ് പറഞ്ഞത്. അവൻ പൗലോസ്ലീഹായും പറഞ്ഞ ക്രിസ്തുവിന്റെ തലയോളം വളരേണ്ടതിന് ഞാൻ ഓടുക. എൻ്റെ ആഗ്രഹം ക്രിസ്തുവിൽ തികഞ്ഞവനാകാനാ. അടുത്ത ആഗ്രഹം, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ തികഞ്ഞവനാകണം. 3 കാര്യം മനസ്സിലായോ? 1, ക്രിസ്തു സകലത്തിലും തികഞ്ഞവനാണ്. ഞാനും തികഞ്ഞവനാകേണ്ടതിന് ഓടുവാണ്. എൻ്റെ ഓട്ടവും എൻ്റെ പ്രസംഗവും എൻ്റെ ആഗ്രഹവും
ഇതാണെന്ന് പൗലോസ്ലീഹ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകേണ്ടതിന്. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആരായി മാറണം? ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറണം. സ്തോത്രം. ഇനി എന്തിലെല്ലാം തികഞ്ഞവരാകണം? അവൻ കൊലോസ് ലേഖനത്തിൽ തന്നെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളിലേക്ക് വരാം. എന്തിലെല്ലാം തികഞ്ഞവരാകണം? സ്തോത്രം. അവൻ വായിച്ചുള്ളൂ. കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും മനസ്സലിവ്, ദയ, താഴ്മ എന്നിവ ധരിച്ചുകൊണ്ട് ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ, അപ്പോ ഒരുത്തനോടൊരുത്തൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും, വായിച്ചേ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യുവീൻ. അടുത്ത്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിച്ചു കൊള്ളുവീൻ. ഒന്ന്, സ്നേഹത്തിൽ തികഞ്ഞവരാകണം. സ്തോത്രം. എന്തിൽ നിങ്ങൾ തികഞ്ഞവരാകണം? സ്നേഹത്തിൽ. കാരണം ക്രിസ്തുവിൽ സ്നേഹത്തിന്റെ സമ്പൂർണതയുണ്ട്. അവിടുന്ന് സ്നേഹമാ, അല്ലേ? യോഹന്നാന്റെ 1, 2, 3 ലേഖനങ്ങൾ വായിച്ചാൽ ആ ലേഖനങ്ങൾക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത് പിതാവാം ദൈവം പുത്രനിലൂടെ നമുക്ക് കാട്ടിയ സ്നേഹത്തിന്റെ വലിപ്പമാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷവും വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തും നിറഞ്ഞു നിൽക്കുന്നത് പിതാവാം ദൈവം ലോകത്തിൽ ക്രിസ്തുവിലൂടെ നൽകിയ സ്നേഹത്തിന്റെ ആഴമാണ്. 1 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഇവിടെ പറയുന്നു, അവൻ നമ്മൾ അന്യഭാഷയിൽ സംസാരിച്ചാലും ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രവചനപരമുണ്ട്. ശരീരത്തെ ചുടാൻ വേണമെങ്കിൽ ഏൽപ്പിക്കത്തക്ക വിശ്വാസമുണ്ട്, എങ്കിലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. സകല മർമ്മങ്ങളെയും വിവരിപ്പാൻ എനിക്ക് വരമുണ്ട്, അറിവുണ്ട്, എങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റന്നദാനം ചെയ്തു, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇനി സ്നേഹത്തിന്റെ ഡെഫിനേഷൻസ് വീണ്ടും തുടങ്ങിയ സ്നേഹം ദീർഘമായി ക്ഷമിക്കും, അത് പൊറുക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല, ചീർക്കുന്നില്ല. ആമേൻ. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. ഹല്ലേലൂയ. അതാണ് ഇവിടെ കൊലോസ് ലേഖനത്തിലും പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾക്ക് ഇടയിൽ വഴക്കുണ്ടായാൽ, അപ്പോൾ സഭയ്ക്കകത്ത് തമ്മി വഴക്കുണ്ടാകാൻ സാധ്യത ഉണ്ട്. ചില പറഞ്ഞിട്ടില്ലേ, ഭവന പ്രാർത്ഥന എല്ലാവരും വരണമെന്ന് പാസ് പരസ്യം പറയുമ്പോൾ അവൻ്റെ വീട്ടിലാ, ഞാൻ വരില്ല, അവൻ്റെ വീട്ടിലെ ഞാൻ വരില്ല. അപ്പോൾ പാസ് നിർബന്ധിച്ചു, ബ്രദർ വന്നേ പറ്റൂ, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ശരി, പാസ് പറഞ്ഞുകൊണ്ട് വരാം, അവ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും ഞാൻ കഴിക്കില്ല. എൻ്റെ പൊന്നു സഹോദരൻ, നീ പോകാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ സ്നേഹിക്കാൻ കഴിയാത്ത, ആദരിക്കാൻ കഴിയാത്ത ആ ഒരു അനുഭവം മാറി സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹത്തിൽ തികഞ്ഞവരാകണം. ലൂക്കോസ് സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 3 തൊട്ട് വായിച്ചു. 3 മുതലുള്ള വാക്യങ്ങൾ. ഇല്ല, ശാസിക്ക. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് നീ ക്ഷമിക്ക. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം നിന്റെ സഹോദരൻ നിന്നോട് ദോഷം ചെയ്യുകയും പിഴയ്ക്കുകയും ആ 7 പ്രാവശ്യവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് നീ ക്ഷമിക്ക. ഒരു ദിവസം എത്ര പ്രാവശ്യം ദോഷം ചെയ്തു? 7 പ്രാവശ്യം. 7 പ്രാവശ്യം വന്നിട്ട് സോറി പറഞ്ഞാൽ അവനോട് നീ, സ്തോത്രം, പിന്നെ ഞാനല്ലേ? അതാ പറഞ്ഞത് സ്നേഹത്തിൽ തികഞ്ഞു വരാൻ. ഞാൻ പറയട്ടെ, യൂദായുടെ ലേഖനം 24-ാമത്തെ 22 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, തീയിന്ന് ചിലരെ
വലിച്ചെടുത്ത് രക്ഷിക്കുക. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് കരുണ കാണിക്കുക. നീയും വീഴാതെ വണ്ണം നിന്നെ തന്നെ സൂക്ഷിക്കുക. ഇന്ന് പകല് ദൈവമക്കൾ മനസ്സിലാക്കുക, എന്തിൽ നമ്മൾ തികഞ്ഞവരാകണം? സ്നേഹത്തിൽ തികഞ്ഞവരാകുക. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ആഴമേറിയ സ്നേഹം അപ്പോസ്തലനായ പത്രോസിനുള്ള ബന്ധത്തിൽ അവിടെ കാണാൻ കഴിയും. 3 പ്രാവശ്യം യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോയ മനുഷ്യനാര്? പത്രോസ് അല്ലേ? നമ്മളാണെങ്കിൽ പറയും, ഇത്രയും അനുഭവിച്ചറിഞ്ഞിട്ട് കർത്താവിനെ വിട്ട് പോയവന് ഇനി ഇവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനൊന്നും അല്ല. നമ്മൾ തള്ളും. പക്ഷെ കർത്താവ് ആ മനുഷ്യനെ തേടിയാണ് എവിടെ പോയത്? നേരെ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. യേശുപ്പൻ കരയ്ക്കുന്നത് കൊണ്ട് വിളിച്ച് കുഞ്ഞുങ്ങളെ ബാക്കി പറഞ്ഞേ. പക്ഷെ വാസ്തവത്തിൽ ചോദിക്കേണ്ടത് എങ്ങനെയായിരുന്നു? കുഞ്ഞുങ്ങളെ വിൽക്കാൻ വല്ലതും അല്ലേ? ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇറങ്ങിപ്പോയേ? 3 വർഷം യേശുവിനോടൊപ്പം നടന്നിട്ട് ഞാനിതാ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് ഒരുപാട് വാങ്ങാനല്ലേ, ഒരുപാട് നേടാനല്ലേ? യേശു കർത്താവ് കരയ്ക്കെന്ന് ചോദിച്ചാൽ വിൽക്കാൻ വല്ലതും ഉണ്ടോന്നല്ല, കൂട്ടുവാനുള്ളതെങ്കിലും. ഞാൻ പറയാം, ക്രിസ്തുവിനെ വിട്ട് പോയതോടെ ജീവിതം സീറോയായി. എവിടുന്നാ വന്നേ? സീറോയിൽ നിന്നാ വന്നേ അല്ലേ? അന്നും പറഞ്ഞത് എന്തോന്നാ? ഒന്നുമില്ലെന്നാ പറഞ്ഞ് അല്ലേ? അന്നാ പറഞ്ഞത് പടകിന്റെ വലത്ത് ഭാഗത്ത് വീശാൻ പറഞ്ഞു, വലിയ പെരുത്ത മീൻകൂട്ടം അല്ലേ? തൊട്ടടുത്തുള്ള പടകുകളെല്ലാം വിളിച്ചു, അതിലും നിറഞ്ഞു, പടക് മുങ്ങാറായി. ക്രിസ്തുവിനെ വിട്ടുള്ള യാത്ര നിന്നെ കൊണ്ടെത്തിക്കുന്നത് പഴയ അനുഭവത്തിലാണ്. നീ സീറോയിൽ നിന്ന് വന്നു, എന്നുകൊണ്ട് തിരികെ വേണ്ടി സീറോയിലെത്തി. അതുകൊണ്ടാ പറഞ്ഞു നീ ക്രിസ്തുവിൽ തികഞ്ഞവനാകാൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ക്ലേശങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും വക്കിൽ നിന്ന് കയറി വന്നവനാ ഞാൻ. അസമാധാനവും വിശപ്പും കഷ്ടതയും ദാരിദ്ര്യവും കടബാധ്യത എന്തെന്ന് മനസ്സിലാക്കി ഈ നാഥനെ ഹൃദയം തുറന്ന് സ്നേഹിപ്പാൻ ഭാഗ്യം തന്നു. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പറയുക, ഈ നാഥനെ വിട്ടേച്ച് ആരും ഒരു നന്മയും വാങ്ങുന്നില്ല. സ്തോത്രം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ സ്നേഹത്തിൽ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. വാ, അർത്ഥശൂന്യമായ സീറോയിൽ നിന്ന്, അവനാത്മീകത്തിൻ്റെ സീറോയിൽ നിന്ന്, ഭൗതികത്തിൻ്റെ സീറോയിൽ നിന്ന്, ശാരീരിക തലങ്ങളിലെ ആ സീറോയുടെ അവസ്ഥയിൽ നിന്ന് ഒന്ന് കയറി വരാൻ, നമ്മളായിരിക്കുന്ന സ്ഥാനത്തൊന്ന് ചുവട് വയ്ക്കാൻ തയ്യാറാക്. എൻ്റെ കർത്താവ് വീണ്ടും സ്നേഹിക്കുന്ന അപ്പനാണ്. യേശുപ്പൻ പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇവരിലധികമായി നീ എന്നെ. ഈ പിന്മാറ്റം എന്നൊക്കെ പറയുന്നത് പ്രിയരെ ആർക്ക് സംഭവിക്കാം? ഞാൻ ആ ഭാഗം നിങ്ങൾ ആ 21-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. 3 വർഷം കർത്താവിനോടൊപ്പം നടന്ന അപ്പോസ്തലനായ പത്രോസിലെ എല്ലാറ്റിനും മുമ്പന അല്ലേ? അപ്പൊ കൊട്ടര ചുമക്കാനോ രോഗികളെ സൗഖ്യമാക്കാനോ കൂടെ പോകാനോ കൂടെ ചാവാൻ വരെ റെഡിയാ. ആ മനുഷ്യൻ പിന്മാറാൻ ഒരുപാട് നേരമൊന്നും എടുത്തില്ല. വെറും 3 ദിവസം എടുത്തുള്ളൂ. വെറും 3 ദിവസം. ഈ പിന്മാറ്റത്തോടെ ഏത് വേഷം തിരിച്ചെടുത്തെന്നറിയാവോ? 3 വർഷത്തിന് മുമ്പൊരു വേഷം ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഞാനത് വിവരിക്കുന്നില്ല. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. വേഷം മാറി ആ പടകിൽ ഇരുന്നപ്പോൾ യേശു ആ നിൽക്കുന്നെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ പുള്ളി കടലിലങ്ങ് ചാടിക്കളഞ്ഞു. വിളിച്ച് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് 10 പ്രാവശ്യം മനസ്സ് വെച്ച് വായിക്കണം. കണ്ണുകൾ ഈറനണിയും. ജീവിതത്തോട് വചനം ചേർത്ത് പിടിക്കണം. ഇവരിലധികമായി. കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഒന്നുമില്ലാത്ത അനുഭവങ്ങൾ, ആരും ആദരിക്കാത്ത സ്ഥാനങ്ങൾ കരം പിടിച്ചുയർത്തിയ നാഥനെ ഹൃദയം കൊണ്ട് അകന്ന് ഓടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നു, ഇവരിലധികമായി നിനക്കെന്നെ സ്നേഹമുണ്ടോ?
ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു കർത്താവേ, പിന്നെ ഞാൻ സ്നേഹിക്കാൻ ആരാ സ്നേഹിക്കുന്നേ? സ്തോത്രം. വീണ്ടും ആവർത്തിച്ചു, പത്രോസേ, നിനക്ക് വാസ്തവമായി ഇവരിലധികമായി സ്നേഹമുണ്ടോ? മൂന്നാം വട്ടം ആവർത്തിക്കുമ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനെ പ്രാഗി ആണയിട്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് ഒരു സ്ക്രീനേൽ എന്നതുപോലെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നീ സകലതും അറിയുന്നപ്പാ. ഇന്ന് പകൽ ആ ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. ഞങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് തളം കെട്ടിക്കിടക്കുന്ന അനാത്മീകം ഇന്ന് പകൽ പുറത്താകണം. എൻ്റെ യേശു അപ്പൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നൊന്ന് വാസം ചെയ്യണം. ഈ ഉപവാസ മീറ്റിങ്ങിൽ ഹൃദയങ്ങൾക്കൊരു പരിച്ഛേദന, ചെവികൾക്കൊരു പരിച്ഛേദന, ജീവിതത്തിനൊരു മാറ്റം. അതാണ് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഹല്ലേലൂയ. ജീവിതത്തിനൊരു മെയിൻ്റനൻസ് വർക്ക്. ഹല്ലേലൂയ. ഹെഡ്ലൈറ്റ് അണഞ്ഞ്, ഇൻഡിക്കേറ്റർ അണഞ്ഞ്, ഗിയറും അതുപോലെ ആക്സിലേറ്ററും ബ്രേക്കും എല്ലാം പോയി കിടക്കുന്ന ഒരു വാഹനത്തെ പണിതെടുത്ത് RTOയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത് അദ്ദേഹം ഒന്ന് ഓടിച്ചു നോക്കി, ഓരോ ഭാഗവും നോക്കി കൊള്ളാമെന്ന് പറഞ്ഞ് പാസ്സാക്കി വിടുന്നത് പോലെ ഈ ഉപവാസ മീറ്റിങ്ങിൻ്റെ 7ാം നാൾ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ക്രിസ്തുവിനെയും കൊണ്ടായിരിക്കണം. യേശുവില്ലാതെ ഇവിടെ യാത്രകൾ മതിയാക്കി ക്രിസ്തുവിന് വേണ്ടിയുള്ള നല്ലൊരു ജീവിതം നയിപ്പാൻ ഓരോ ജീവിതവും ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികളടക്കം അവർ ഒരുങ്ങണമെന്നാണ് എൻ്റെ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ നീ ഒന്ന് തികഞ്ഞവനാക. ഹല്ലേലൂയ. യേശു കർത്താവ് പൊട്ടിക്കരയുന്ന പത്രോസിനെ ചേർത്ത് നിർത്തിയേച്ച് അദ്ദേഹത്തെ കൊണ്ടാണ് ആദ്യ കൂട്ടായ്മയുടെ പ്രഭാഷണം നടത്തിച്ചത്. അന്നാണ് 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് കയറിയത്. മനുഷ്യൻ്റെ മുമ്പിൽ കൊള്ളരുതാത്ത മനുഷ്യൻ, അവൻ സ്വന്തം ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ മനുഷ്യൻ, സ്വന്തം പാദം കഴുകിയ യേശുവിനോട് തലയും കൂടെ കഴുകണമെന്ന് ആവശ്യപ്പെട്ട മനുഷ്യൻ, യേശുവിനോടൊപ്പം ഇരുന്ന മനുഷ്യൻ, കൂടെ പോയ മനുഷ്യൻ, മറുവമലയിൽ ഒപ്പമിരുന്ന മനുഷ്യൻ, ഗെരസമനയിൽ മാറിക്കിടന്ന് ഉറങ്ങിയ മനുഷ്യൻ, ജീവിതത്തിൽ പരാജയം സംഭവിച്ചതോടെ പൊട്ടിക്കരഞ്ഞു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിനക്ക് പൊട്ടിക്കരയണമോ? കരയാം. ക്രിസ്തുവിനെ വിട്ട് ഹൃദയം കൊണ്ടാകുന്ന അവസ്ഥകളെ ഒന്ന് തിരിച്ച് കണ്ടിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് ദൈവസനെ ഇന്ന് പകൽ അടുക്കണമോ? അടുക്കാം. ഹല്ലേലൂയ. ഉപവാസ മീറ്റിങ്ങിൻ്റെ ആരംഭ പകൽ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കണം. ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടകന്ന് വാ കൊണ്ട് എപ്പോഴൊക്കെയോ ദൈവഹിതമില്ലാത്തത് സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ടും വലിയ ഗുണമില്ലെന്ന്, ആരാധിച്ചിട്ടും വലിയ ഗുണമില്ലെന്ന്, പള്ളിയിൽ പോയിട്ടും വലിയ ഗുണമില്ലെന്ന് എപ്പോഴൊക്കെയോ പറഞ്ഞില്ലേ, അബദ്ധവശാൽ വായിൽ നിന്ന് വന്നില്ലേ വാക്കുകൾ, ഇന്ന് പകലൊന്ന് ഉപേക്ഷിച്ച് കർത്തൃസനെ തിരിച്ചു വരാൻ ഒരു സമയമായത്. സ്നേഹത്തിൽ തികഞ്ഞവരാകാൻ, യഥാസ്ഥാനപ്പെടാൻ, രൂപാന്തരപ്പെടാൻ, മടങ്ങി വരാൻ. ഹല്ലേലൂയ. അവരെങ്കിൽ തള്ളിക്കളയാതെ വീണ്ടും ചേർത്ത് പിടിക്കുന്നൊരപ്പനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ വാക്കതാണ്, നിങ്ങളെ തികഞ്ഞവരാക്കാൻ. സ്തോത്രം. ഏതു മനുഷ്യനെ ഞാൻ പ്രബോധിപ്പിക്കുന്നു, ഏതു മനുഷ്യനെ ഉപദേശിക്കുന്നു, അതിനകത്ത് ബർബരൻ, ശകൻദാസൻ, യഹൂദൻ, യവനൻ എന്നൊന്നുമില്ല. ഏതു മനുഷ്യനെ ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ സ്നേഹത്തിൽ തികഞ്ഞവരാകണം. ക്രിസ്തയേശുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവരാകണം. ആ നാഥൻ്റെ സ്നേഹം തള്ളിക്കളയാത്ത സ്നേഹം. ലോകം തള്ളിക്കളയാം, സ്നേഹബന്ധങ്ങൾ തള്ളിക്കളയാം, ഉറ്റവരും ഉടയവരും തള്ളിക്കളയാം. പക്ഷെ ആര് മറന്നാലും നിന്നെ മറക്കാത്ത ഒരു സ്നേഹനിധിയാണ് എൻ്റെ അപ്പൻ. ആ നാഥനുമായൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്നേഹബന്ധങ്ങളോ എൻ്റെ ഉടപ്പുറപ്പുകളോ ബന്ധുജനങ്ങളോ വിട്ടുമാറിയതിൽ ഞാൻ കരയാറില്ല. കരഞ്ഞ ഒരു കാലമുണ്ടായിരുന്നത് അറിവില്ലായ്മയുടെ കാലം. പക്ഷെ ആര് വിട്ടുമാറിയാലും കരയാറില്ല. ഒന്നിലേ കരയാറുള്ളൂ, എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ച എൻ്റെ അപ്പൻ എന്നെ വിട്ടെവിടെയെങ്കിലും മാറിയെന്നത് എനിക്ക് ഫീൽ ചെയ്താൽ എന്താ അപ്പ മാറിയേ, എന്താ എന്നെ അവിടെ കൊണ്ടുപോയിട്ടിങ്ങനെ എന്നെ മാനിക്കാത്ത, എന്താ കൂടെ അയക്കാത്തേ? ഞാൻ പറയുന്നു പ്രിയരെ, ആ നാഥനുമായിട്ടുള്ള സ്നേഹബന്ധം എവിടെയെങ്കിലും അറ്റുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചു വരാൻ എത്ര പേരുണ്ട്? പ്രിയമക്കളോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ കൂട്ടുകാർ അകലുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമത്തേക്കാൾ യേശുപ്പൻ ഹൃദയത്തിൽ ഉണ്ടോ എന്നൊന്ന് ചോദന ചെയ്ത് നിങ്ങളൊന്ന് രൂപാന്തരപ്പെട്ട് വരുന്നതാണ് എൻ്റെ കർത്താവിന് ഇഷ്ടം. ആമേൻ.
ഈ കൊച്ചുപ്രായത്തിൽ തന്നെ ക്രിസ്തുവുമായൊരു ബന്ധം നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ജീവിതം വിജയകരമാകും. രണ്ടാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ, എന്തിൽ തികഞ്ഞവരാകണം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളൊന്ന് വായിച്ചേ. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും കൊണ്ട് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. എന്തിൽ തികഞ്ഞവരാകണം? വചനത്തിൽ തികഞ്ഞവരാകണം. ഹല്ലേലൂയ. ഒന്ന്, സ്നേഹത്തിൽ തികഞ്ഞവരാകണം. 2, വചനത്തിൽ നമ്മൾ ആരാവണം? തികഞ്ഞവർ. ഹല്ലേലൂയ. ദൈവവചനം നന്നായി വായിക്കണം. ആർക്കാനും വേണ്ടി വായിക്കരുത്. അവൻ അതിൻ്റെ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണം. സ്തോത്രം. നമുക്കൊരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ വെച്ചാൽ ടേസ്റ്റ് അറിഞ്ഞും കഴിക്കാം, വെപ്രാളപ്പെട്ട് വാരി വലിച്ച് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോകാം, അല്ലേ? ഒരു യാത്ര പോകാൻ നിൽക്കുക, നമ്മൾ ടേസ്റ്റ് നോക്കിയാണോ ആഹാരം കഴിക്കുന്നത്? അല്ല, വാരി വലിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് ഓടാനാണ് നോക്കുന്നത്. വചനം ടേസ്റ്റോടെ കഴിക്കണം. ഹല്ലേലൂയ. അതാ ദാവീദ് എന്ന ഭക്തൻ പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് ടേസ്റ്റ് ചെയ്തറിയണം, രുചിച്ചറിയണം. വചനത്തെ ടേസ്റ്റ് ചെയ്തറിയണം. ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ? അപ്പോൾ വചനത്തിൽ നിങ്ങൾ എന്താകണം? തികഞ്ഞവരാകണം. അപ്പോൾ വചനത്തിൽ തികഞ്ഞവരായാൽ എന്താണ് പ്രത്യേകത? മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യം, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വചനത്തെ കേട്ട് ചെയ്യുന്നവനെല്ലാം. അടുത്ത, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, ആ വീട് വീണില്ല. അപ്പുറത്ത് വേറൊരു പണി നടക്കുന്നുണ്ട്, മണലിൽ മീതെ പണിതവൻ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ വീട് പണിത ബുദ്ധിഹീനനായ മനുഷ്യനു തുല്യൻ. അവിടെയും വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, ആ വീട് വീണു, വീഴ്ച വലുതായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വചനത്തെ കേട്ട് അനുസരിക്കുന്നവനും കാറ്റുണ്ട്, അനുസരിക്കാത്തവനും കാറ്റുണ്ട്. അനുസരിക്കുന്നവന്റെ മേലും വൻമഴ പോലെ പ്രശ്നങ്ങൾ ചൊരിയും, അനുസരിക്കാത്തവന്റെ വീട്ടിൽ വൻമഴ പോലെ പ്രശ്നം ചൊരിയും. വൻകൊഴുക്ക് അനുസരിക്കുന്നവന്റെ വീട്ടിലും വരും, അനുസരിക്കാത്തവന്റെ വീട്ടിലും വരും. പക്ഷേ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവൻ, അവനെ ആർക്കും വീഴ്ച കളയാൻ കഴിയുകയില്ല. അവൻ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ കർത്താവിൽ അവൻ നിലനിൽക്കാൻ കാരണം അവന്റെ നിലനിൽപ്പ് ദൈവവചനത്തിലാണ്. ഒന്ന്, സ്നേഹത്തിൽ നിലനിൽപ്പീൻ. 2, വചനത്തിൽ നിലനിൽപ്പീൻ. വചനത്തെ ഉൾക്കരുത്തോടെ ഹൃദയത്തിൽ കരുതി വചനത്തിൽ നിലനിൽക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. സ്തോത്രം. ഒത്തിരി വിവരിക്കാനുണ്ട്, എങ്കിലും 3-ാമത്തെ കാര്യം കൂടെ. സ്തോത്രം. അവൻ ശ്രദ്ധിച്ചേ. അവൻ കൊലോസ്യ ലേഖനം 1-4-5 വാക്യങ്ങളൊന്ന് വായിച്ചേ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. ആ ആ ആ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ ഇനി 9-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് അത് നിങ്ങളെ കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്തിന് പ്രാർത്ഥിക്കുന്നു? നിങ്ങളും ക്രിസ്തുവിൽ പ്രാർത്ഥനയിൽ തികഞ്ഞവരാകാൻ. അപ്പൊ 3-ാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ നമ്മൾ തികഞ്ഞവരാകുക. 1, സ്നേഹത്തിൽ തികഞ്ഞവരാകുക. 2, വചനത്തിൽ തികഞ്ഞവരാകുക. 3, പ്രാർത്ഥനയിൽ തികഞ്ഞവരാകുക. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം?
എൻ്റെ ഗുരുനാഥനായ യേശു അപ്പൻ പ്രാർത്ഥിച്ചിരുന്നു. പകൽ മുഴുവൻ വചനം പ്രസംഗിച്ചു, രാത്രി ഒലിവുമലയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവിട്ടു. ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. തിരുവനന്തപുരം മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയിൽ നിങ്ങൾ പോരാടുവീൻ. അപ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങൾ തികഞ്ഞവരാകണം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, സ്നേഹത്തിൽ തികഞ്ഞവരാകുക. 2, വചനത്തിൽ തികഞ്ഞവരാകുക. 3, പ്രാർത്ഥനയിൽ തികഞ്ഞവരാകുക. ഇത് ഞാൻ ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ. 1, ഏതു മനുഷ്യനെ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഞാൻ ഉപദേശിക്കുന്നു. അവര് സ്നേഹത്തിൽ തികഞ്ഞവരാകാൻ, പ്രാർത്ഥനയിൽ തികഞ്ഞവരാകാൻ, വചനത്തിൽ തികഞ്ഞവരാകാൻ. 28-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട്, അടുത്ത് പറയുകയാണ്, ഈ കാര്യങ്ങൾ നിറവേറ്റാൻ. എന്തെല്ലാം നിറവേറ്റാൻ? 1, അവൻ ക്രിസ്തു യേശു മാത്രം മധ്യസ്ഥനാക്കി നിർത്തി ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത മർമ്മത്തെ പ്രസ്താവിപ്പാൻ പോരാടി അധ്വാനിക്കുന്നു. യേശു ക്രിസ്തു സകല ഹൃദയങ്ങളും നാഥനായി വാഴേണ്ടതിന് എന്നിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ ഞാൻ പോരാടി അധ്വാനിക്കുന്നു. ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ സ്നേഹത്തിൽ, വചനത്തിൽ, പ്രാർത്ഥനയിൽ തികഞ്ഞവനാക്കാൻ പ്രബോധിപ്പിച്ചുകൊണ്ട്, സകല ജ്ഞാനത്തോടും ഉപദേശിച്ചുകൊണ്ട്, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പോരാടി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ഇന്ന് പകൽ ഒരു സഭാ ശുശ്രൂഷകന്റെ ദൗത്യം എത്ര വലിയത്! നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഈ ദൗത്യങ്ങളെ ഒന്ന് സ്വീകരിച്ച് ജീവിപ്പാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാകുന്നുണ്ട്? ആമേൻ. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഈ ഉപവാസ മീറ്റിങ്ങിൻ്റെ ആരംഭനാൾ ഒരു ക്രമീകരണത്തിൻ്റെ ദിവസമായി മാറണം. ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തുക, യഥാസ്ഥാനപ്പെടുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്